ബട്ടൺ മ്യൂട്ടാണ്. താങ്ക് യു ഡോക്ടർ ധനേഷ്, താങ്ക് യു ഡോക്ടർ അർപ്പിത, താങ്ക് യു ഡോക്ടർ രാം പ്രവേശ് ഷാ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന വെബ് പരമ്പരയുടെ 1418 ദിവസം. ഇന്ന് മലയാളം സെഷനിൽ നമുക്ക് ഒരു ചർച്ചയാണ്. ചാന്ദിപുര വൈറസിനെ കുറിച്ചും അത് പരത്തുന്ന മസ്തിഷ്ക രോഗത്തിനെ കുറിച്ചുമുള്ള അതിന് ഹോമിയോപ്പതിക് ചികിത്സ, അതിന് എന്തൊക്കെ ഹോമിയോപ്പതി ചികിത്സ സാധ്യമായി ഉണ്ട് എന്നുള്ള വിഷയത്തിലെല്ലാം ചർച്ചയാണ്. അപ്പോൾ ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചർച്ച തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. എന്തായാലും ഈ ഇന്നത്തെ ചർച്ചയുടെ ആമുഖമായി എന്താണ് ഇന്നത്തെ വിഷയത്തിൽ ആമുഖമായി 2 വാക്ക് സംസാരിക്കുന്നതിനായി ഡോക്ടർ ധനേഷിനെ ക്ഷണിക്കുന്നു. നന്ദി ശൈല ഡോക്ടറെ. നമ്മുടെ എന്തുകൊണ്ടാണ് ഇത് വളരെ പെട്ടെന്ന് നമ്മളിങ്ങനെ ഒരു വിഷയം ചർച്ചയ്ക്ക് എടുത്തെന്ന് വെച്ചാൽ, പെട്ടെന്ന് ഗുജറാത്തിൽ ഇങ്ങനെ ഒരു ചാന്ദിപുര വൈറസ് രോഗം വരികയും അതിന്റെ ഭാഗമായിട്ട് കുറച്ച് കുട്ടികൾ മരിക്കുകയും ചെയ്തതായിട്ട് റിപ്പോർട്ട് ചെയ്തു. മാധ്യമങ്ങളൊക്കെ അത് വലിയ പ്രാധാന്യത്തോടുകൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായും നേരത്തെ എന്തു വന്നാലും ആദ്യം വരുന്ന കേരളത്തിൽ എന്നുള്ള ഒരു രീതി മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴത് ഗുജറാത്തിലോട്ട് പോയിരിക്കുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, എന്താണിത്, എങ്ങനെയാണ് ഇതിനെ നമുക്ക് നേരിടാൻ പറ്റുന്നത്, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട്. അപ്പൊ ചാന്ദിപുര വൈറസ് എന്ന് പറയുമ്പോൾ, വൈറസ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഈ വൈറസ് സസ്യകോശ ജീവികളിലെ ഏറ്റവും ചെറിയ ജീവിയാണ് വൈറസ്. നേരെ മറിച്ച് ബാക്ടീരിയ ആണെങ്കിൽ ജന്തുകോശ ജീവികളിലെ ഏറ്റവും ചെറുതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ സസ്യകോശ ജീവികളായ ഈ വൈറസുകൾ നമ്മൾ മനുഷ്യന് ഗുണം ചെയ്യുന്നത് പോലെ തന്നെ ഒത്തിരി ദോഷങ്ങൾ ചെയ്യാറുണ്ട്. ഏറ്റവും കൂടുതൽ ദോഷമാണ് നമുക്ക് വരുത്തുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ വൈറസുകളെല്ലാം തന്നെ അന്തരീക്ഷത്തിലൂടെ എയർബോൺ ഡിസീസുകളാണ് ഭൂരിഭാഗവും. എന്നാൽ മറ്റ് പല മാധ്യമങ്ങളിലൂടെയും അവർക്ക് മനുഷ്യരിലും അല്ലെങ്കിൽ മൃഗങ്ങളിൽ എത്തിച്ചേരാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ആ രീതിയിലുള്ള ഒരു മറ്റൊരു മാധ്യമത്തിലൂടെ മാത്രം പകർത്തുന്ന, അതായത് നമുക്കറിയാം ചിക്കൻ ഗുനിയ വന്നപ്പോഴറിയാം അത് കൊതുക് പകർത്തുന്ന, കൊതുക് ഈ രോഗമുള്ള ആളെ കടിച്ചിട്ട് അതേ കൊതുക് വേറൊരാളെ കടിക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് ചിക്കൻ ഗുനിയ വരുന്നതായിട്ട് നമുക്കറിയാം. ഡെങ്കിപ്പനി ആണെങ്കിലും അതുപോലെ തന്നെ ഏഡിസ് ഈജിപ്തി എന്ന് പറയുന്ന കൊതുക് ഡെങ്കിപ്പനി ഉള്ള ഒരാളെ കടിച്ചിട്ട് അത് വന്ന് മറ്റൊരാളെ കടിക്കുമ്പോൾ അയാൾക്ക് ഡെങ്കിപ്പനി വരാം. ഇങ്ങനെയാണ് നമ്മൾ ഡെങ്കിപ്പനിയും ഒക്കെ മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ മറ്റു പല ജലദോഷപ്പനി നമ്മൾ പറയും കോമൺ കോൾഡ് ആണ്, ഇതൊരു വൈറൽ ഡിസീസ് ആണ്. ഇത് സാധാരണഗതി ഡയറക്റ്റ് ആണ്, ഡ്രോപ്ലെറ്റ് ആണ്. നമ്മൾ തുമ്മുകയോ ചീറ്റുകയോ ചെയ്യുമ്പോൾ വിസർജ്യങ്ങൾ വന്നിട്ട് അങ്ങനെയാണ്. പക്ഷെ കോവിഡും യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം ഇതൊരു വൈറൽ രോഗമായിരുന്നു, സാധാരണ ഒരു വൈറൽ രോഗത്തെ പോലെ തന്നെയാണ്. പക്ഷെ അത് കുറച്ച് വലിയ പർവ്വതീകരണം നടത്തി വലിയ ഭീകരനായിട്ട് പ്രഖ്യാപിക്കുക അതിന്റെ ഭാഗമായിട്ടുണ്ടായ ചില പ്രശ്നങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. എന്നാൽ ഇവിടെ ഈ ചാന്ദിപുര വൈറസ് എന്ന് പറയുമ്പോൾ അതും ഇനി ഭീകരനാക്കാനുള്ള സാധ്യതകൾ നമ്മുടെ മുന്നിൽ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനെ ഒരു ഭീകരനായിട്ട് കാണണ്ട. സാധാരണഗതിയിൽ ഏത് അസുഖം വന്നാലും അത് പെട്ടെന്ന് ഗുണകരമാകുന്ന പോലെ പലർക്കും പെട്ടെന്ന് ദോഷം ഉണ്ടാക്കാറുമുണ്ട്. അതായത് പെട്ടെന്ന് വന്ന് പെട്ടെന്ന് കൂടി പെട്ടെന്ന് വഷളാകുന്ന രോഗത്തെയാണ് നമ്മൾ അക്യൂട്ട് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായും ഇതൊരു അക്യൂട്ട് കാറ്റഗറിയാണ്. വളരെ വേഗം മനുഷ്യരിൽ എത്തുകയും അതിന്റെ ഭാഗമായിട്ട് പെട്ടെന്ന് ഈ രോഗാണു ഒരു മനുഷ്യനിൽ നിന്ന് മറ്റൊരാളിലോട്ട് പകരാനുള്ള സാധ്യത കമ്പാരിറ്റീവ്ലി മറ്റ് ജലദോഷപ്പനി അല്ലെങ്കിൽ അതുപോലുള്ള പനികൾ, ഇൻഫ്ലുവൻസ ഒക്കെ ആയിട്ട് നോക്കുമ്പോൾ അത് അത്രയും കൂടുതലല്ല. കാരണം ഈ കൊതുക് അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, കൊതുക് സാധാരണ വളരുന്നത് ഏത് സമയത്താണ്? വേനലെല്ലാം കഴിഞ്ഞ് മഴയങ്ങ് പെയ്ത് മഴ അങ്ങോട്ട് തുടങ്ങി വെള്ളം കെട്ടി തുടങ്ങുന്ന സമയത്താണ് കൊതുക് വളരാൻ തുടങ്ങുന്നത്. അപ്പൊ ആ ഒരു കാലാവസ്ഥയാണ് ഈ രോഗം ഉണ്ടാകുന്നതിന്റെ ഏറ്റവും സുപ്രധാനമായ കാലഘട്ടം. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ഇവിടെ ഈ ഗുജറാത്തിലും മഴ തുടങ്ങി. അപ്പൊ അവിടെ മഴ തുടങ്ങി, വെള്ളക്കെട്ടുകൾ ഉണ്ടാകാൻ തുടങ്ങി. ഈ വെള്ളക്കെട്ടുകളിൽ ഉണ്ടായതിന് ശേഷം അതിന്റെ ഭാഗമായിട്ട് കൊതുകുകൾ വളരാൻ തുടങ്ങി. ഈ കൊതുകുകൾ
അത് കൊതുകുകളിലൂടെയും നമുക്കറിയാം വെക്ടർ എന്ന് പറയുമ്പോൾ ഈ ഒരുതരം ഈച്ചകളും ഉണ്ടാകാം, അതുപോലെ ഇത് പകർന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ഈ എഡിസ് ഈജിപ്തി എന്ന് പറയുന്ന കൊതുകും ഇത് പകർന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും ഏകദേശം വെക്ടേഴ്സ് ആണ്. അപ്പൊ ഇതില് ഈ പറയുന്ന വൈറസ് എന്ന് പറയുന്ന ഒരു റാബ്ഡോ വൈബ്രിയ എന്ന ഫാമിലിയിൽ പെടുന്ന ഒരു വൈറസ് ആണ്. അതായത് നമുക്ക് ഈ ഇത് ഒരു റോഡ് ഷേപ്പിൽ ഇരിക്കുന്ന വൈറസ് ആണ്. അത് സാധാരണഗതി പറയുകയാണെങ്കിൽ ഇത് നമ്മളുടെ ഈ റാബിസ് പകർത്തുന്ന ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന വൈറസിന്റെ പോലെ തന്നെയുള്ള ശക്തിയുള്ള ഒരു വൈറസ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ സാധാരണ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാവാം? സാധാരണ നമുക്കറിയാം ഒരു പനി തന്നെയാണ്. ഏതിനും വളരെ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു പനിയായിരിക്കും. അതിനോടൊപ്പം ഭയങ്കര ഛർദിൽ വരാം. ഛർദിൽ വന്നു കഴിയുമ്പോൾ അതിനോടൊപ്പം വയറിളക്കം വരാം. അതിനോടൊപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ഛർദിലും വയറിളക്കം വരുന്ന ഒരാൾക്ക് പെട്ടെന്ന് സീസേഴ്സ്, ചിലപ്പോൾ ഇങ്ങനെ കോച്ചൽ പോലെ, ഹോട്ടൽ പോലെ, ഫിറ്റ്സ് പോലെയൊക്കെ വരാം. ഈ മൂന്ന് കാര്യങ്ങൾ ഒന്നിച്ച് വരുമ്പോൾ ഇതെല്ലാം വരാം. ഇതൊക്കെ വരാവുന്നതാണ്. പക്ഷെ നമ്മുടെ ഈ നിത്യേനയുള്ള കേസുകളിൽ നമ്മളിപ്പോൾ ഇതെല്ലാം കാണുന്നുണ്ട്. പക്ഷെ അത് ഇതാണോ ഇല്ലെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ടില്ല, അല്ലെങ്കിൽ നമ്മളാരും അത് ടെസ്റ്റ് ചെയ്ത് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ ഇത് വന്നതിന് ശേഷം പെട്ടെന്ന് ഈ ഗുരുതരമായ ഒരു അവസ്ഥയിലോട്ട് പോവുകയും അതിന്റെ ഭാഗമായിട്ട് ആള് പെട്ടെന്ന് തളർന്നു വീഴുകയും, അല്ലെങ്കിൽ ചിലപ്പോൾ കോച്ചിലുണ്ടായി എപ്പിലെപ്സി വരുന്ന പോലെ വരികയും, ചുഴലി വരുന്ന പോലെ വരികയും, അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് കൈകാല് കോച്ചിപ്പിടുത്തവും ഒക്കെ വന്ന് ആള് പെട്ടെന്ന് കൊമാറ്റോസ് കണ്ടീഷൻ, അബോധാവസ്ഥയിലോട്ട് പോകുന്ന ഒരു അവസ്ഥയിലോട്ട് വരികയും ഒക്കെ ചെയ്യാം. അപ്പൊ ഇതൊക്കെയാണ് ഈ റാബ്ഡോ വൈറസിന്റെ സിംറ്റം. അപ്പൊ ഈ ഒരു അവസ്ഥ വരുമ്പോൾ പെട്ടെന്ന് എന്താണ് സംഭവിക്കുന്നത്? ഇത് നമ്മുടെ തലച്ചോറിനെ അഫക്ട് ചെയ്യാം, ബ്രെയിനെ അഫക്ട് ചെയ്യാം. ഈ ബ്രെയിനെ അഫക്ട് ചെയ്യുമ്പോഴാണ് എൻസെഫലൈറ്റിസ് ഉണ്ടാകുന്നതും. അതിന്റെ ഭാഗമായിട്ട് ഈ എൻസെഫലൈറ്റിസ് വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ബ്രെയിൻ ഡാമേജ് ആയി. അപ്പൊ പെട്ടെന്ന് അതിന്റെ ഇൻഫെക്ഷൻ വളരെ വയലന്റ് ആയിട്ട് ബ്രെയിനെ അഫക്ട് ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് ഡെത്തിലോട്ട് പോകുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇതിനെ ഈ കറക്റ്റ് രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി നമ്മൾ ചികിത്സിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് മാറ്റാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഈ അണുക്കൾ വളരുന്നത് ശരിക്കും എല്ലാവർക്കും അറിയാം, ഈ കൊതുകിന്റെ സലൈവറി ഗ്ലാൻഡിലാണ്. അവിടെയാണ് ഇത് അവിടുന്ന് വളർന്നിട്ടാണ് മറ്റു ഭാഗങ്ങളിൽ അത് എത്തിച്ചേരുന്നത്. തീർച്ചയായും നമ്മൾ ഇങ്ങനെയുള്ള കേസുകളിൽ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ട്രീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് ഈ വർഷത്തെ ഇനി സാധാരണ ഒരു പനി തന്നെ തുടങ്ങുന്നത് മിക്കവാറും കേസുകളിലെല്ലാം തന്നെ തൊണ്ടവേദന എന്ന് പറയുന്നത് സെക്കൻഡറി ആയിട്ട് വരുന്നതായിട്ടാണ്. പക്ഷെ ഇപ്പൊ വരുന്ന ജലദോഷപ്പനി പോലും വരുന്നതിന് മുമ്പ് പെട്ടെന്ന് ഛർദ്ദിക്കുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. ഛർദിൽ വന്നതിന് ശേഷം വയറിളക്കം വരുന്നുണ്ട്, അതിനുശേഷം പനിയും കാണുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഈ ഒരു കാറ്റഗറി അസുഖത്തിന്റെ ഭാഗമായിട്ടാവാം. സാധാരണ ഇൻഫ്ലുവൻസ വരുന്ന ഒരു സീസണിൽ വരുന്ന പനി പോലെ അല്ല ഇപ്പോഴത്തെ പനികൾക്ക് കാണുന്നത്. പക്ഷെ ഈ പറഞ്ഞ മേൽ ലക്ഷണങ്ങളെല്ലാം കൂടി ഒത്തുചേരുമ്പോഴാണ് നമുക്ക് അവിടെ ഈ പറഞ്ഞ ചാന്ദിപുര വൈറസിനെ കുറിച്ച് വരച്ച് എന്തുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ ഒരു പേര് വന്നെന്ന് ചോദിച്ചാൽ 1995 ഇങ്ങനെ, 1965 ഇങ്ങനെ ഒരു രോഗം മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ ഒരു വില്ലേജിൽ ഉണ്ടായത്. ആ ഒരു ഗ്രാമത്തിലാണ് ഇത് ഉണ്ടായത്. ആ ഗ്രാമത്തിലുണ്ടായ ആദ്യ പനിയാണ്. ഈ പനിയിൽ ഈ മനസ്സിലാക്കി വന്നപ്പോൾ ഈ ഒരു രോഗാണുവാണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായതുകൊണ്ട് ഈ വൈറസിന് ഇങ്ങനൊരു പേരിട്ട്. സാധാരണ നമുക്കറിയാവുന്ന പേരുകൾ എല്ലാം വെസ്റ്റേൺ നൈംസിലുള്ള വിദേശ രാജ്യങ്ങളിലുള്ള പേരുകളോട് ചേർന്ന പനികളുടെ പേരാണ്. പക്ഷെ ഇതിന് ചാന്ദിപുര വൈറസ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അന്ന് 1965 തന്നെ റിപ്പോർട്ട് ചെയ്ത കേസാണ്. അന്നാണ് ഇത് ആദ്യമായിട്ട് ഡിറ്റക്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ 2016 ഇത് മഹാരാഷ്ട്രയിൽ വന്നിട്ടുണ്ട്, മധ്യപ്രദേശിൽ വന്നിട്ടുണ്ട്. അങ്ങനെ അവിടെ എല്ലാം വന്ന് ഇതിങ്ങനെ ചെറിയ രീതിയിലൊക്കെയാണ് വന്നത്. ഇപ്പൊ തന്നെ അത് ഗുജറാത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പം ഇത് ഭാവിയിൽ മറ്റു സ്ഥലങ്ങളിൽ വരാം. പക്ഷെ ഇതൊരു ഒരിക്കലും കേരളം മൊത്തമോ അല്ലെ ഇന്ത്യ മൊത്തമോ എന്ന് പറയുന്ന രീതിയിൽ അങ്ങനെ ഒരു വലിയൊരു ഭീകരനായിട്ട് പോയിട്ടില്ല. എന്നിരുന്നാലും ഇപ്പൊ ഗുജറാത്ത് ഗവൺമെന്റ് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പഠിക്കാനും അതിനെക്കുറിച്ച് കൺട്രോൾ ചെയ്യുന്നതിന് ഭാഗമായിട്ട് അവർ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവിടെ കുറെ ടീമുകളെ തന്നെ 55ഓളം ടീമുകളെ വെച്ച് സ്റ്റഡികൾ നടത്തുന്നുണ്ട്. ഏകദേശം ഒരു 45,000 മുതൽ 55,000 പേരെ ഐസൊലേറ്റ് ചെയ്ത് അവർ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ
ഈ രോഗം വന്ന ആൾക്കാരെ ചികിത്സിക്കുന്നതിനായിട്ട് പ്രത്യേക ടീമുകളെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കേസുകൾ അനാലിസിസ് നടത്തുന്നതിനായിട്ട് പ്രത്യേക പഠനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടും ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കറിയാം കൊതുകിന് ഒരു പരിധി വിട്ട് അപ്പുറം വരെ പോകാൻ പറ്റില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ചിക്കൻ ഗുനിയയാണ് ഓർമ്മ വരുന്നത്. ചിക്കൻ ഗുനിയ വന്നപ്പോഴത്തേക്ക് പക്ഷെ കൊതുകിന് ഇത്രയും ആൾക്കാരിൽ വരുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ സംശയം തോന്നുന്ന രീതിയിലായിപ്പോയി. അവസാനം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലോട്ട് പകരുന്ന അവസ്ഥയിലോട്ട് വരെ ആ രോഗം എത്തിയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെ ഒരു ട്രാൻസ്മിഷൻ വൈറൽ ഡിസീസിന് വരാവുന്നതാണ് മ്യൂട്ടേഷനിൽ. എന്തായാലും ഇത് കൂടുതലും എഫക്ട് ചെയ്യുന്നത് ഒരു 15 വയസ്സ് വരെയൊക്കെയുള്ള പ്രായമുള്ള കുട്ടികളായിട്ടാണ് കണ്ടുവരുന്നത്. മറ്റുള്ളവർക്ക് എന്തുകൊണ്ടോ അത്രയും ശക്തിയായിട്ട് വന്നതായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്നത് നമ്മള് കുട്ടികളെയൊക്കെ ഇപ്പൊ ഗുജറാത്ത് ഗവൺമെന്റ് ഒക്കെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഫുൾ കൈൻ ഷർട്ട് ഇടുക, ടിപ് ടോപ്പ് കുട്ടപ്പന്മാരായിട്ട് നടക്കുക, കൊതുകിനെ കടിപ്പിക്കാനുള്ള അവസരം കൊടുക്കാതിരിക്കുക, നമ്മുടെ ശരീരം മൊത്തത്തിൽ കവർ ചെയ്ത് നടക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ അതൊരു പരിധി വരെ ഒരു പ്രൊട്ടക്ഷന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ്. അത് നമുക്കറിയാലോ, കോവിഡൊക്കെ വന്നപ്പോഴും എല്ലാവരും ഫുൾ ടൈം പ്രത്യേകതരം വേഷങ്ങളൊക്കെ കിട്ടി ആണ് പുറത്തിറങ്ങിയിരുന്നത്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇതിനും അങ്ങനെയുള്ള ചില കാര്യങ്ങൾ. പക്ഷെ ഹോമിയോപ്പതിക്കാരായ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു അസുഖത്താൽ. പക്ഷെ നമ്മൾ ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല. ഹോമിയോപ്പതിയുടെ കാഴ്ചപ്പാട് ഒരിക്കലും രോഗത്തെ എന്നുള്ള രീതിയിലല്ല, രോഗിയെ ചികിത്സിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഓരോ കേസിലും നമ്മളുടെ മുന്നിൽ വരുമ്പോൾ ഈ പറഞ്ഞ ഇന്റൻസിറ്റി ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടെങ്കിലും ഓരോ രോഗിക്കും വ്യത്യസ്തമായ രോഗലക്ഷണങ്ങളാവാം. ഇപ്പൊ ഒരാൾക്ക് ഛർദിലാകാം പ്രോമിനന്റ്, ഒരാൾക്ക് വയറിളക്കമാകാം, ഒരാൾക്ക് ചിലപ്പം ഫീവർ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കാം. പക്ഷെ അങ്ങനെ ഫീവർ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക ഈ എലിമിനേഷനുള്ള കേസുകൾ നമുക്കെല്ലാം അറിയാം. വയറ്റിൽ നിന്ന് നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ തന്നെ ഒരുവിധം രോഗങ്ങളൊക്കെ വേഗം കുറയും. നേരെ മറിച്ച് പോയില്ലെങ്കിൽ പ്രശ്നമാണ്. പക്ഷെ അത് അധികരിക്കുമ്പോഴാണ് പ്രശ്നമാകുന്നത്. നല്ല പനിയുള്ളപ്പോൾ ടെമ്പറേച്ചർ ഇങ്ങനെ പെർസിസ്റ്റ് ചെയ്യും, ഛർദിക്കുകയോ വയറിളക്കുകയോ ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത് പെട്ടെന്ന് ബ്രെയിൻ ഫാഗിലോട്ട് പോകാം, ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ഈ രോഗലക്ഷണങ്ങൾ ക്രോഡീകരിക്കുമ്പോൾ നമുക്കറിയാം പെട്ടെന്ന് കൂടുന്ന ഏത് മെഡിസിനും, ഈവൻ ബെല്ലഡോണ വരാം, എക്കണൈറ്റ് വരാം, പിന്നെ ആഴ്സനിക്ക് വരാം. പക്ഷെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ ഒരു കോളറയുടെ സിംറ്റംസ് പോലെ കാണിക്കുന്നുണ്ട്. അപ്പൊ കോളറയ്ക്ക് നമ്മൾ ഉപയോഗിക്കാവുന്ന മെഡിസിനുകളിലോട്ട് നമുക്ക് പോകാം. അതായത് കാംഫർ വരാം, ബെറട്രാൾബ് വരാം. അങ്ങനെയുള്ള കറക്റ്റ് സിംറ്റംസ് നോക്കി തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരിക്കലും ഇന്ന ഒരു മരുന്നാണ് ഇതിനെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഓരോ കേസും വ്യത്യസ്തമാണ്. നമ്മൾ എല്ലാ രോഗികൾക്കും എല്ലാ സിംറ്റംസും ഉണ്ടാകണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ നമുക്കറിയാം ഈ പേപ്പട്ടി വിഷം പേപ്പട്ടിയുടെ ബാധ ഉണ്ടാക്കുന്ന അതേ ടൈപ്പ് വൈറസ് ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ ലൈസിനും ഹൈഡ്രോഫോബിനും ഇങ്ങനെയുള്ള മെഡിസിനെയൊക്കെ കുറിച്ചൊക്കെ ചിന്തിക്കാവുന്നതാണ്. അപ്പൊ എന്തുകൊണ്ടും ഈ ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുന്ന മെഡിസിന് നമ്മൾ എപ്പോഴും ഒരു മുൻകരുതലായിട്ട് ഇങ്ങനെ വരുന്ന കേസുകളിൽ ഒരു ഡോസെങ്കിലും കൊടുക്കുന്നത് നന്നായിരിക്കും. കാരണം അതിന്റെ ബ്രെയിനിലോട്ടുള്ള ആ ഒരു പോക്കിനെ നമുക്ക് തടയേണ്ടതായിട്ടുണ്ട്. അത് ആ രീതിയിലൊക്കെ ചിന്തിച്ച് എല്ലാവരും കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഇവിടെ ചാന്ദിപുര വൈറസ് വന്നാൽ നമുക്കതിനെ സുന്ദരമായിട്ട് ഹോമിയോപ്പതി മരുന്നുകൊണ്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും എന്നാണ് എനിക്ക് വേദിയോട് എല്ലാവരോടും പറയാനുള്ളത്. തീർച്ചയായും ഇനി മറ്റുള്ളവർക്ക് സംസാരിക്കാനുള്ള അവസരമാണ്. ഓരോരുത്തരായി ഹാൻഡ് റൈസ് ചെയ്ത് സംസാരിക്കാം, നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം. മറിയാമ്മ ഡോക്ടർ ഉണ്ടല്ലോ അല്ലേ? മറിയാമ്മ ഡോക്ടർ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത്. ഡോക്ടർ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിൽ പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ല. പെട്ടെന്നുണ്ടാകുന്ന ഫ്ലൂ ലൈക്ക് സിംറ്റവും ഹൈ ഫീവർ വന്ന് സീസർ ഉണ്ടാകുകയും ഡയറിയ, വൊമിറ്റിങ്, കൺവൾഷൻ, ഓൾട്ടേർഡ് സെൻസോറിയം, അതൊക്കെയാണ് അതിന്റെ സിംറ്റം. അത് വൈറൽ ഇൻഫെക്ഷൻ അങ്ങനെ വന്നിട്ട് കോമ ഡെത്തിലേക്ക് പോകാം. കൂടാതെ ലിവറിലും കിഡ്നിയിലും ബാധിക്കാമെന്നാണ് പറയുന്നത്. പിന്നെ ഇത് സാൻഡ് ഫ്ലൈ ബൈറ്റ് ആണ് കൂടുതലായിട്ട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഡയഗ്നോസിസിന് സ്വാബ് ത്രോട്ടിൽ നിന്നും പിന്നെ അതുപോലെ തന്നെ ബ്ലഡ് സാമ്പിൾ പരിശോധനയും ഉണ്ട്.
ബ്ലഡിൽ വൈറൽ DNA-യും ആന്റിബോഡീസും ആന്റിജൻസും കണ്ടുപിടിക്കാൻ സാധിക്കും. സാമ്പിളായിട്ട് ബ്ലഡ് എടുക്കാം, പിന്നെ സലൈവയിൽ നിന്ന് സാമ്പിൾ എടുക്കാം, ഫ്ലം ഓർ മ്യൂക്കസ് അങ്ങനെ അതിൽ നിന്ന് സാമ്പിൾ എടുക്കാം, പിന്നെ നോസിൽ നിന്ന് നേസോഫാരിങ്സിൽ നിന്നും സ്വാബ് എടുക്കാം, പിന്നെ സ്കിൻ ഓർ അതർ എഫക്റ്റഡ് ടിഷ്യൂ, ഫ്ലൂയിഡ് അറൌണ്ട് യുവർ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്, യൂറിൻ, സ്റ്റൂൾ എല്ലാത്തിൽ നിന്നും സാമ്പിൾ എടുത്ത് ടെസ്റ്റ് ചെയ്യാവുന്ന ഒരു രോഗമാണ്. പിന്നെ അതിനെക്കുറിച്ച് പിന്നെ എൻകഫലൈറ്റിസിന് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന പോലെ പോരെ, അങ്ങനെ ഒരു പ്രിവെന്റീവും നമുക്ക് ആലോചിക്കരുത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ബെല്ല്, കാൽക്കേരിയ, ട്യൂബർക്കുലം എന്നുള്ള രീതിയിൽ പ്രിവെന്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുകയല്ലോ. എല്ലാരും നമ്മള് സീനിയേഴ്സ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് അതിന്റെ അഭിപ്രായം പറയട്ടെ. വരുന്ന കേസിൽ സിംറ്റമാറ്റിക് ആയിട്ട് നമുക്ക് കൊടുക്കാം. പ്രിവെന്റീവായിട്ട് നമ്മൾ എങ്ങനെ അതിനെ നേരിടും എന്നുള്ളതാണല്ലോ നമ്മൾ തീരുമാനിക്കേണ്ടത്. അതെ, കൂടുതൽ പ്രിവെന്റീവായിട്ട് തന്നെ നമുക്ക് ഒരു പരിധി വരെ, കാരണം ഇത് ഈ നമ്മൾ ആദ്യം അതിന് പ്രിവെൻഷനിൽ പറയുന്നത് കൊതുകിനെ കൺട്രോൾ ചെയ്യാന്നുള്ളതാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ഹോമിയോപ്പതി മെഡിസിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ചിക്കൻ ഗുനിയ സമയത്ത് കൊടുത്തതുപോലെ ഈ ഇതിലും നമുക്കൊരു മെഡിസിൻ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഈ പറഞ്ഞ പോലെ ഈ കൂടുതലായിട്ടും ഈ കോളറയുടെ സിംറ്റംസ് കവർ ചെയ്യുന്ന ഒരു മെഡിസിൻ രോഗം ആണ് പോലെയാണ് ഇതിനകത്ത് വരുന്നത്. കോളറ പെട്ടെന്ന് വഷളാകുമ്പോഴുണ്ടാകുന്ന ബ്രെയിൻ ഡെത്ത് ഉണ്ടാകുമല്ലോ, അതുപോലെ അതിൽ ഡീഹൈഡ്രേഷൻ കൊണ്ടാണ് കൂടുതൽ പേര് ബ്രെയിനിൽ പ്രോബ്ലംസ് ഉണ്ടാകുന്നെങ്കിൽ ഇവിടെ അതല്ല, ഡയറക്റ്റ് എൻസെഫലൈറ്റിസ് തന്നെ ഉണ്ടാകുക. അപ്പൊ അതുകൊണ്ട് ആ ബ്രെയിനിലോട്ട് ആക്ഷനുള്ള കുറച്ച് മെഡിസിനുകൾ നമ്മൾ ഇതിന്റെ ഒരു പ്രിവെൻഷനിൽ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് അനിൽകുമാർ ഡോക്ടറെ ഒന്ന് വിളിക്കാം. നമസ്കാരം ഡോക്ടറെ. ഇതിപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും യാദൃശ്ചികമായിട്ട് കിട്ടിയ ഒരു വാർത്തയാണ്. അപ്പൊ സിംറ്റംസ് നോക്കിയപ്പോഴത്തേക്കും വരുന്ന മെഡിസിൻ ഒന്ന് കാംഫർ വരാം, ഒന്ന് വെറാട്രാൽബ് വരാം, പിന്നെ സീഷറും കൂടെ വരികയാണെങ്കിൽ കുപ്രമെറ്റ് വരാം, കുപ്രമെറ്റ്. പിന്നെ ഇതിനിപ്പം അറിയാമോ ഡോക്ടർ പറഞ്ഞ പ്രിവെന്റീവിന്റെ കാര്യം. പ്രിവെന്റീവ് നമ്മുടെ സിംറ്റംസ് എല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് അത് വെച്ച് റെപ്പർട്രൈസ് ചെയ്ത് നോക്കുമ്പോൾ ഒരു മെഡിസിൻ വരും, അതായിരിക്കും പ്രിവെന്റീവ്. അതിനി കണ്ടെത്തണം. അതിപ്പം സിംറ്റംസ് വന്നു തുടങ്ങുന്നേ ഉള്ളൂ. ഇപ്പൊ ഇത്രയാണ് സിംറ്റംസ് പേപ്പറിൽ നിന്ന് കിട്ടിയത്, നമുക്ക് ഇവിടെ ഈ രോഗം ഇല്ല. അപ്പൊ അത് കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. പ്രിവെന്റീവ് തീർച്ചയായിട്ടും ഹോമിയോപ്പതിക്ക് കൊടുക്കാൻ പറ്റുമെന്നാണ് എന്റെ വിശ്വാസം. നമ്മള് വരുന്ന എല്ലാ വൈറലിനും മുമ്പ് നമ്മുടെ അട്ടപ്പാടിയിൽ അന്ന് ലത്തീഫ് സാറ് പറഞ്ഞ ഓർമ്മയുണ്ട്. അന്ന് വിജയചന്ദ്ര സാറ് ചീഫ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ ആണ് അട്ടപ്പാടിയിൽ ഹോമിയോപ്പതി പ്രിവെന്റീവ് കൊടുത്തത്. അന്ന് സെലക്ട് ചെയ്ത മെഡിസിൻ വെറാട്രാൽബ് ആയിരുന്നു. വെറാട്രാൽബ് 30 ആണ് കൊടുത്തത്. ജോസ് ഐസക്ക്, സേട്ട് സാറ്, വേറെ കുറെ സ്റ്റുഡൻസ്, ലത്തീഫ് സാറ്, ഇവരെല്ലാം കൂടി ചേർന്നാണ് ചെയ്തത്. അതിനുശേഷം അടുത്ത വർഷം റിപ്പീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷെ 30 കൊല്ലമായിട്ട് അവിടെ ഇതുവരെ അസുഖം വന്നിട്ടില്ല. അപ്പൊ അത് ആലപ്പുഴയിലെ അനുഭവം ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ അതേപോലെ ഈ ചാന്ദിപുര വൈറസും ഹോമിയോപ്പതിക്ക് വലിയൊരു റോള് കിട്ടുമെന്നാണ് എന്റെ വിശ്വാസം. ബാക്കി ഇനി കേസ് ആകുമ്പോൾ തരത്തിലുണ്ട്, തന്നാലും ട്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെയുള്ള ഗുജറാത്തിലുള്ള ഹോമിയോപ്പതി ഡോക്ടർമാർ ചികിത്സിക്കുമായിരിക്കും. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം, നമ്മളിവിടെ റെഡി ആയിരിക്കുക. ഇങ്ങനൊരു സംഭവം വരുമ്പോഴേ നമ്മൾ കൊറോണ പോലെ ആവരുത്, നേരത്തെ തന്നെ പ്രിപ്പയർഡ് ആയിരിക്കുക. അതാണ് ഇന്നത്തെ ടോക്കിന്റെ പ്രസക്തി. താങ്ക് യു. നമുക്ക് ഇന്റർനാഷണൽ ഫോറം ആണല്ലോ, നമുക്ക് വടക്കേന്ത്യയിൽ നിന്നുള്ളവരും ഉണ്ടല്ലോ നമ്മളുടെ ഈ ഫോറത്തിൽ. അപ്പം അവരോട് അതിനെക്കുറിച്ചൊന്ന് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുകയല്ലേ? തീർച്ചയായിട്ടും പറ്റും. ഇന്റർനാഷണൽ കോളേജിലും പറ്റും, നമുക്ക് ലോക്കലിയും പറ്റും, നമുക്ക് നോർത്തിലും പറ്റും. അതെ, തീർച്ചയായും ഗുജറാത്തിൽ നമുക്ക് കുറെ ഡോക്ടേഴ്സ് ഉണ്ട്, നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ആദ്യം തന്നെ നമ്മുടെ ഫോമില് നമ്മുടെ എന്തും മലയാളത്തിൽ ആദ്യം എന്നുള്ള നമ്മളൊരു തുടക്കം മാത്രം തുടങ്ങിയിട്ടിരിഞ്ഞാൽ ബാക്കിയുള്ളിടത്തോട് അതിന്റെ സ്പാർക്ക് പോകും എന്നാണ് നമ്മുടെ ഉദ്ദേശം. ഇപ്പൊ ഗുജറാത്തിലുള്ള ഇന്നിപ്പോ പ്രസന്റ് ചെയ്ത് തന്നെ ഗുജറാത്തിലുള്ള ഡോക്ടറാണ്. അപ്പൊ അവിടെയുള്ള ഡോക്ടേഴ്സിനെ കഴിഞ്ഞ ദിവസം നമ്മുടെ അവിടെ ഇപ്പം അവിടെ പ്രസന്റ് ചെയ്ത് ഹിന്ദിയിൽ പ്രസന്റ് ചെയ്ത് പാട്ടീൽ സാറാണ്, ജെ ഡി പാട്ടീൽ. അദ്ദേഹം എന്റെ ഗൈഡായിരുന്നു PGക്ക്. നമുക്ക് ഇവരെല്ലാം അവരെയൊക്കെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അവരെയൊക്കെ എത്രയും വേഗം ഇതിപ്പോ ഗുജറാത്ത് മഹാരാഷ്ട്ര ബോർഡറിലാണ് ഈ വില്ലേജ് എന്നാ പറയുന്നത്. അപ്പൊ കുറച്ച് കേസ് എടുത്തിട്ട് അത് കേസ് വെച്ച് നമുക്ക് നോക്കാൻ പറ്റുമല്ലോ. തീർച്ചയായിട്ടും പറ്റും. അപ്പൊ നമുക്കാണ് അത് ഏറ്റവും നല്ല സാധ്യതയുള്ളത് IFPH-ന്.
അപ്പൊ ആ സാധ്യത നമ്മൾ മുതലെടുക്കണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതാണ് ഇന്നത്തെ ഇപ്പൊ ഇതിന്റെ നമ്മുടെ ടോക്ക്. അപ്പൊ എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്യും, ആരും ഒന്നും മിണ്ടുന്നില്ല. അതെ. ഇനി ഷഫീഖ് ഡോക്ടറൊക്കെ ഒന്ന് രംഗത്ത് പോവാം. എല്ലാവർക്കും സംസാരിക്കാവുന്ന രീതിയിലാക്കിയിരിക്കുകയാണ്. അപ്പൊ പിന്നെ ആർക്ക് വേണമെങ്കിലും നേരിട്ട് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. അപ്പൊ ഒരാൾ സംസാരിക്കുമ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് സംസാരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും സംസാരിക്കാം. സമയത്തെ അൺമ്യൂട്ട് ചെയ്യാം. ലത ഡോക്ടർ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എന്തിനെ കുറിച്ചാ ഡോക്ടറെ ഡിസ്കഷൻ? ഞാനിപ്പോ ആ. കേറി. ഡോക്ടറെ, ഇത് നോക്കിയില്ല. നമ്മളിപ്പം ചാന്ദീപുര വൈറസിനെ കുറിച്ചുള്ള ചർച്ചയാണ് ഇന്ന് വെച്ചിരുന്നത്. എല്ലാവരും നമ്മളുടെ ഇത് എന്താ പറയുന്നത്, നമ്മുടെ പോസ്റ്റർ വായിക്കുന്നില്ല എന്നറിയുന്നതിൽ വളരെ വിഷമമുണ്ട്. കാരണം അത് ഞാൻ വായിച്ചു ചാന്ദിപുര വൈറസ് ബാധ എന്നൊക്കെ വായിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായില്ല എന്താണെന്ന്, സത്യം പറയാലോ. അതാ ഡോക്ടർ കേറാൻ അതാണ് ഒരു പുതിയ രോഗമാണ് ഡോക്ടറെ. അതാണ് എന്റെ പ്രസക്തി. അല്ല അത് നമ്മള് കേരളത്തിലൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ. ഇതിപ്പോ അവിടെ തന്നെ അല്ലേ ഉള്ളൂ. അതെ. അല്ല, ഇതുപോലെ ആദ്യം കൊറോണ വന്നപ്പോഴും ഇതുപോലെ ആയിരുന്നു, പിന്നെയാണല്ലോ സ്പ്രെഡ് ചെയ്ത് വന്നത്. അപ്പൊ നമ്മൾ വരവ് റെഡി ആയിരിക്കാൻ വേണ്ടി പറയുന്നത്. നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് ഇതൊന്ന് ഇപ്പൊ ചാന്ദിപുര വൈറസ് എന്താണെന്നുള്ളത് വേറെ ആരും ഡിസ്കസ് ചെയ്തില്ല. IMA പോലും ഡിസ്കസ് ചെയ്ത് കാണൂല. നമ്മളിപ്പോ ഓൾറെഡി അതിനെ കുറിച്ച് ഒരു പ്രസന്റേഷൻ, ഇപ്പൊ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ നമ്മൾ ഈ വേദിയിൽ സംസാരിച്ചു കഴിഞ്ഞു. ഇപ്പൊ ഞാൻ കേട്ടില്ല. സത്യം പറയാലോ, ഞാൻ കേട്ടില്ല. കയറാൻ താമസിച്ചു പോയതുകൊണ്ടാണ്. ഇപ്പൊ എന്തായാലും അത് നാളെ വീഡിയോ റെക്കോർഡിംഗ് വരുമ്പോൾ സാർ അതിന്റെ ആദ്യ ഭാഗം ഒന്ന് കേട്ടിട്ട് സാറിന് ആഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു ദിവസം ചർച്ചയിൽ കൊണ്ടുവരാം. എന്തായാലും സാറേ, ഇതൊരു പ്രധാനമായിട്ട് ഇതിന്റെ രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഒരു പനി പോലെ വലിയൊരു പെട്ടെന്ന് ചൂടുണ്ടായി, പെട്ടെന്ന് ഛർദിലും അതിനോടൊപ്പം വയറിളക്കവും കൈകാല് കോച്ചലും പെട്ടെന്ന് തളർന്നു പോകുന്ന അവസ്ഥയും ചിലപ്പോൾ കൊമാറ്റോസ് കണ്ടീഷൻ വരും. അപ്പൊ ഈ ഒരു സ്റ്റേജില് ഇത് തലച്ചോറിനെയാണ് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ട് അങ്ങനെ അഫക്ട് ചെയ്യുകയാണെങ്കിൽ രൂക്ഷമാകുകയാണെങ്കിൽ ഒരു 48 മണിക്കൂറിലും ഡെത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതായത് എൻസെഫലൈറ്റിസ് വന്ന് മരിക്കാനാണ് സാധ്യത. ഇപ്പൊ കുറച്ച് കുട്ടികൾ മരിച്ചത് അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു ചികിത്സയും പ്രതിരോധമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് നമ്മൾ ഈ വേദി ചെയ്യുന്നത്. ഇനി സാറിന് ഞാനീ പറഞ്ഞ ഇതെല്ലാം വെച്ച് ഇപ്പൊ അനിൽകുമാർ ഡോക്ടർ കുപ്രമെറ്റ്, പെറട്രോആൽബം, അതുപോലെ തന്നെ കാംഫർ ഇതൊക്കെ പറയുകയുണ്ടായി. ഇനി എന്തെങ്കിലുമൊക്കെ അല്ല ഹരിഹര സാറേ, ഇതിന്റെ സിംറ്റം എന്ന് പറയുന്നത് ഒന്ന് നല്ല ഹൈ ഫീവർ, 2 വൊമിറ്റിങ്, ഡയേറിയ, ദെൻ ഫിറ്റ് വരുന്നു, ആള് മരിച്ചു പോകുന്നു. കൂടുതലും 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് അഫക്ട് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഇതിന്റെ സിംറ്റംസ്. അപ്പൊ അതിനിപ്പം നേരത്തെ മറിയാമ്മ ഡോക്ടർ പറഞ്ഞ പോലെ ആന്റിബോഡി കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇന്നതാണെന്ന്. ഇത് നമുക്ക് ബേസ്ഡ് ഓൺ സിംറ്റംസ്. എനിക്ക് ഞാൻ നോക്കിയപ്പോൾ കുപ്രമെറ്റ് ഞാൻ നോക്കിയിരുന്നു, അതിനകത്ത് സീസർ വരുന്നുണ്ട്. അത് വെച്ചാൽ സാറിന്റെ അഭിപ്രായം കൂടെ പറഞ്ഞാൽ മതി. ചിന്തിക്കാവോ സാറേ? ഏത് ചിന്തിക്കാം? സിക്കൂട്ട നമുക്ക് ചിന്തിക്കാവോ ഡോക്ടറെ? സിക്കൂട്ടയെ പറ്റി ചിന്തിക്കാവോ? ഹെലിബോറസ് ചിന്തിക്കാം. സിംറ്റംസ് സിമിലർ ആണെങ്കിൽ ചിന്തിക്കാം. അതിനൊന്ന് റെപ്പർട്രൈസ് ചെയ്ത് നോക്കേണ്ടി വരും. കാരണം വെച്ചാല് ഇതിന്റെ സിംറ്റംസ് മെയിൻ ആയിട്ട് ഇത്രയും സിംറ്റംസ് 5 സിംറ്റംസാ പറഞ്ഞിരിക്കുന്നത്. ഫീവർ, വൊമിറ്റിംഗ്, ഡയറിയ, പിന്നെ സീഷർ, പിന്നെ സഡൻ അൺകോൺഷ്യസ്നെസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു സംശയമുണ്ട്. ഈ ചാന്ദിപുര എന്ന സ്ഥലത്ത് ചൂട് കൂടിയ സ്ഥലമാണോ അതോ തണുപ്പാണോ? അയ്യോ, അത് അങ്ങനെ പറഞ്ഞിട്ടില്ല. അവിടെ ഇത് 1965 റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഇപ്പം ധനേഷ് ഡോക്ടർ പറഞ്ഞത്. പക്ഷെ 1965 ഇപ്പോഴത്തെ പ്രസക്തി എന്ന് പറഞ്ഞാൽ ഇത്രയും മരണം 14 കുട്ടികൾ മരിച്ചുപോയി. അല്ല ഡോക്ടറെ, അതിൽ ഇപ്പോഴത്തെ പ്രസക്തി എന്താന്ന് വെച്ചാൽ ഈ മഴ അങ്ങ് തുടങ്ങുമ്പോഴ് അതായത് നമുക്കറിയാം മഴക്കാലം തുടങ്ങുമ്പോഴ് വെള്ളക്കെട്ടുകൾ ഉണ്ടാകുമ്പോൾ ഈച്ചയും കൊതുകും വളരുകയും ഈ രണ്ട് മാധ്യമങ്ങളിലൂടെയാണ് ഇത് പകരുന്നത്. ചിക്കൻ ഗുനിയ വന്നപ്പോൾ പകർത്തിയതുപോലെ, അല്ലെങ്കിൽ ഡെങ്കു പനി ഉള്ളപ്പോൾ ഈ ഏഡിസ് ഈജിപ്തി കൊതുക് പകർത്തുന്ന പോലെ തന്നെയാണ് ഇതിന്റെ വ്യാപനം. അപ്പൊ അതുകൊണ്ട് കൊതുകടിയിൽ നിന്ന് സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.
അതുകൊണ്ട് തന്നെ വെള്ളക്കെട്ടുകൾ കഴിയുന്നതും എത്രയും വേഗം കുഴപ്പമില്ലാത്ത രീതിയിലാക്കാൻ എല്ലാവരും ശ്രമിക്കണം. അതിനോടൊപ്പം തന്നെ ഇത് വന്നു വളരുന്നത് മഴയുടെ തണുപ്പൊക്കെ ഉള്ള സമയത്താണല്ലോ അല്ലേ? അതായത് വേനൽ അങ്ങ് കഴിഞ്ഞ് മഴ അങ്ങോട്ട് തുടങ്ങുമ്പോഴാണ് പെട്ടെന്നുള്ള മാറ്റത്തിൽ കുറച്ച് വെള്ളക്കെട്ട് ഉണ്ടാകുമ്പോഴാണ് ആദ്യം കൊതുക്. ഈ ആദ്യം ഉണ്ടാകുന്ന കൊതുകുകളിൽ അവിടെയാണ് ഇതുപോലുള്ള അസുഖങ്ങൾ പെട്ടെന്ന് അവർക്കും ഈ പറഞ്ഞ പ്രകൃതിയായിട്ട് അഡോപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരും. ആ സമയത്താണ് ഇങ്ങനെയുള്ള ചേഞ്ചസ് ഉണ്ടാകുകയും അതിന്റെ ഭാഗമായിട്ട് രോഗാണു വ്യാപിക്കുന്നത്. അതാണ് സാധാരണ ഈ ഇൻഫ്ലുവൻസ പോലും നമുക്ക് മഴ പെട്ടെന്ന് വേനലിൽ നിന്ന് മഴയിലോട്ട് വരുമ്പോൾ ഫ്ലൂ പനി ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇതിന്റെ അകത്തും വരുന്നത്. അപ്പൊ തീർച്ചയായും ആ കൊതുക് ഒരു കാരിയറാണ്, വെക്ടറാണ് ഇവിടെ. അല്ലെങ്കിൽ സാൻഡ് ഫ്ലൈ, ഒരുതരം ഈച്ചകൾ, ഈ ചെറിയ ഈച്ചകളുണ്ട്. അതും ഇതിന്റെ സലൈവർ ഗ്ലാൻഡിലാണ് ഇത് കണ്ടുവരുന്നതെന്നാണ് അന്ന് പഠിച്ചത്. ഈ ചാന്ദിപുര എന്ന സ്ഥലവും ഇതുപോലുള്ള വെള്ളക്കെട്ടുകൾ ഉണ്ടായപ്പോഴാണ് ഇത് ഉണ്ടായത്. ഇപ്പൊ തന്നെ ഗുജറാത്തിലൊക്കെ ആണെങ്കിലും നമ്മളെ ഇവിടെ മഴ തുടങ്ങി, നമ്മളതിൽ കുറച്ച് താമസിച്ചാണ് അവർക്ക് മഴ തുടങ്ങിയത്. പക്ഷെ അവിടെ മഴ തുടങ്ങിക്കഴിഞ്ഞാണ് കാലാവസ്ഥയിൽ മാറ്റം ഉണ്ടായി കഴിഞ്ഞാണ് ഈ വെള്ളക്കെട്ടുകൾ ഉണ്ടായത്. അപ്പം കൊതുകുണ്ടാകുന്നത്. ഇതിനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇതാണ് ഇത് ഇതിന്റെ ഒരു വെക്ടറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വ്യാപനം കൂടിയാൽ ഈ ഒരു വേഗത്തിൽ മറ്റു ഭാഗങ്ങളിൽ എത്താം. ഇതുള്ള ഒരാളെ കടിക്കുന്ന കൊതുക്, ഇപ്പൊ ഞാൻ ഉദാഹരണമായിട്ട് എനിക്കിതുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് ട്രിവാൻഡ്രം വരെ ബസ്സിൽ പോവുകയാണ്. അപ്പൊ എന്നോട് ആ ഭാഗത്തൊക്കെ ചെല്ലുമ്പോൾ എന്നെ കടിക്കുന്ന കൊതുകുകൾ തിരിച്ച് വേറൊരാളെ കടിക്കുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് ഈ പറഞ്ഞ പോലെ ഈ രോഗം എത്താം. അല്ലെങ്കിൽ കോഴിക്കോട് പോവുകയാണെങ്കിൽ. അപ്പൊ കേരളം മൊത്തം ശരിക്കും ഇന്നത്തെ കാലത്ത് വെറും ഇപ്പൊ വന്ദേ ഭാരതിലൊക്കെ പോകുന്നവരാണെങ്കിൽ 10 മണിക്കൂർ പോലും വേണ്ട കാസർഗോഡ് വരെ എത്താൻ, അല്ലേ? അപ്പൊ അതാണ് ഇപ്പോഴത്തെ സ്പീഡ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഗുജറാത്തിലുള്ള നമ്മുടെ ഒരു ബന്ധു നാട്ടിൽ വരികയാണെങ്കിൽ ആ ബന്ധുവിന്റെ കുട്ടിക്കോ ആർക്കെങ്കിലും ഇത് ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അത് കേരളത്തിൽ വരുന്നതിന് അധികം നാളൊന്നും വേണ്ട. ഡോക്ടറെ, നമ്മുടെ ഹിന്ദി സെഷനിൽ ഈ ഗുജറാത്തിൽ നിന്നുള്ള ഏതെങ്കിലും ഡോക്ടർമാരുണ്ടോ? ഡോക്ടറെ കുറെ നമ്മുടെ ഇംഗ്ലീഷ് സെഷനിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഗുജറാത്തുകാരാണ്. ഇന്ന് പ്രസന്റ് ചെയ്ത ഗുജറാത്തിലുള്ള ഡോക്ടറാണ്. അപ്പൊ തീർച്ചയായും അവിടെ നമ്മളെ ഈ ഹോമിയോപ്പതിയുടെ ഈ അസുഖത്തിന് വേണ്ടി ഹോമിയോപ്പതിയുടെ എന്തെങ്കിലും ആരൊന്നും ഇതൊന്നും അനങ്ങിയിട്ടില്ല. നമ്മളിപ്പോ ഇന്ന് തുടങ്ങുകയാണല്ലോ. ഇനി നമുക്ക് സമയക്കുറവ് കാരണം എല്ലാവരെയും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഈ അന്നുള്ള കാര്യങ്ങൾ നടത്തുന്നതിനിടയിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് പോകാനും പറ്റുന്നില്ല. അതാണ് ഡോക്ടർ, നമുക്ക് അവസരങ്ങൾ കിട്ടുമ്പോ അവിടെ ഉള്ളവർ അത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഇത് അവരെ നമ്മൾ അടുത്ത ദിവസം തന്നെ ഇംഗ്ലീഷ് സെഷനിൽ ഏതെങ്കിലും ഒരു ദിവസം. ഇനി ഇപ്പൊ ഗ്യാപ്പ് ഇല്ല, അതാണ് പ്രശ്നം. ഇപ്പൊ 1 മാസത്തേക്കുള്ള ഷെഡ്യൂളൊക്കെ നമ്മൾ തയ്യാറാക്കി വെച്ച് വരുന്നോണ്ടേ ഏതെങ്കിലും ക്യാൻസൽ ചെയ്യാൻ ഇപ്പൊ ബുദ്ധിമുട്ടായിട്ട് വരും. പിന്നെ അപ്രതീക്ഷിതമായിട്ട് അതുകൊണ്ടാണ് ഇപ്പം, അല്ലെങ്കിൽ ഇന്ന് ഇംഗ്ലീഷിൽ ഇന്നൊരു ചർച്ച വെക്കാന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തതാണ്. അതുകൊണ്ടാണ് എന്തായാലും. പക്ഷേ ഇംഗ്ലീഷിലൊക്കെ വെക്കുമ്പോൾ നമ്മുടെ മലയാളി പാർട്ടിസിപ്പേഷൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് തന്നെ ഈ ഇംഗ്ലീഷ് നടത്തുന്നതിൽ തന്നെ ചില വിഷമങ്ങളുണ്ട്. അല്ല ഡോക്ടറെ, അന്ന് കോവിഡ് വന്നപ്പോ തന്നെ ഗുജറാത്തിൽ എനിക്ക് ഒന്ന് ഹെൽത്ത് സെക്രട്ടറി IAS ഒരു ലേഡി ആയിരുന്നു. അവര് ഹോമിയോപ്പതിക്കൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തൊക്കെ സംസാരിച്ചതാണ്. അപ്പം അവിടെ നമ്മൾ ഇപ്പൊ ഇന്ന് തന്നെ തിരക്കുന്നുണ്ട് ഇതെല്ലാം. ഏതായാലും ഞാൻ തൽക്കാലം ഒന്ന് ലീവ് ചെയ്യാണ്. എന്നിട്ട് ചർച്ച മുന്നോട്ട് കൊണ്ടുപോയി ഞാൻ മറ്റുള്ളവരെയൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാൻ പോവാണ് ഇപ്പൊ തന്നെ. ശരി, ആയിക്കോട്ടെ. ഓക്കെ. ഡോക്ടറെ, എന്റെ അഭിപ്രായത്തിലേ ഹലോ ഹരിഹരൻ ഡോക്ടറെ പറഞ്ഞോളൂ. ഡോക്ടറെ ഡോക്ടർ പറഞ്ഞോളൂ. എനിക്ക് തോന്നുന്നത്, ഇങ്ങനെ ഫീവർ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ബെൽഡോണ ഹയർ പൊട്ടൻസി കൊടുക്കണം. ഹയർ അല്ല, ഹയസ്റ്റ് പൊട്ടൻസി കൊടുക്കണം. അതായത് 10 പൊട്ടൻസി ഒരു ഡോസ് കൊടുക്കണം. 1 or 2 ഡോസ് കൊടുക്കണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഏറ്റവും നല്ലത് ഈ ബ്രെയിനിന്റെ ഇത് കഞ്ചക്ഷനും ഇൻഫെക്ഷനും ഒക്കെ തടയുന്നതിന് ബെൽഡോണെ പോലെ ഒരു മരുന്ന് വേറെയില്ല. അത് ഇപ്പോ ഈ ഫീവർ ആയിട്ട് വരുന്ന കേസുകൾക്ക് ഞാൻ എല്ലാ ഫീവർ കേസിനും ഞാൻ ബെൽഡോണ 3 ഡോസ് കൊടുത്തു വിടും. 3 ഡോസ് അത് കൊടുത്തുവിടാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ കൊടുത്തു വിട്ടതിന് ശേഷം ഏതാണ്ട് 35 വർഷമായിട്ട് 45 വർഷത്തിന് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഒരു 35-38 വർഷമായിട്ട് ഒരൊറ്റ കുട്ടിക്ക് പോലും ബെൽഡോണ കൊടുത്ത കുട്ടിക്ക് ഫിറ്റ്സ് വന്നിട്ടില്ല.
അതേസമയം അതിന് മുമ്പുള്ള കാലഘട്ടത്തില് അതൊരു പ്രോബ്ലമായിരുന്നു. നമ്മൾ മരുന്ന് കൊടുത്ത് അങ്ങോട്ട് വിടും. ഒരു മണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പം കൊച്ചിനെ ഒരു കൂട്ടം ആളുകളോട് കൂടി പോക്കിക്കൊണ്ട് നമ്മുടെ ഡിസ്പെൻസറി വരും. ആ സമയത്ത് ഈ ഇപ്പോഴത്തെ കണ്ടീഷൻ അല്ല അന്ന്. അന്നൊക്കെ ഈ ഇവരൊക്കെ മറ്റേ ഒരു വലിയ എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലാത്ത ധാരാളം പേരുണ്ട്. അപ്പം ഈ സ്ത്രീകളൊക്കെ ആ നിന്ന നിപ്പിലാണ് കൊച്ചിനെ കൊണ്ട് ഓടി നമ്മുടെ ഡിസ്പെൻസറി വരുന്നത്. നിന്ന നിപ്പിന്, അതായത് ആ ഉടുത്തിരിക്കുന്ന ഡ്രസ്സ് പോലും മാറ്റാതെയാണ് കൊച്ചിനെ കൊണ്ട് ഓടി തോളത്തിട്ട് നമ്മുടെ ഡിസ്പെൻസറി കൊണ്ട് കിടത്തുന്നത്. പിന്നെ അത് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ ടീഡിയസ് ടാസ്ക് ആയിരുന്നു അന്ന്. ഞാനൊക്കെ ലീഡ് ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, കൊണ്ടുവന്ന് കിടത്തിയ ഓടം തന്നെ ഉണ്ടല്ലോ, ഒരു ടർക്കി എടുത്ത് പച്ചവെള്ളത്തിൽ മുക്കും. ടർക്കി എടുത്ത് പച്ചവെള്ളത്തിൽ മുക്കിയിട്ട് ഈ തലയുടെ കുറെ ഭാഗം ഒഴിച്ച് ബാക്കി കംപ്ലീറ്റ് അങ്ങോട്ട് പൊതിക്കും. അത് കഴിഞ്ഞിട്ട് തലയുടെ ഭാഗവും അങ്ങ് പൊതിക്കും, കണ്ണും മറ്റു ഭാഗങ്ങളൊക്കെ അങ്ങോട്ട്. എന്നിട്ട് അതിന് ശേഷമാണ് സിക്കൂട്ട ആണെങ്കിൽ സിക്കൂട്ട, ചിലപ്പോൾ സിന, ചിലപ്പോൾ കുപ്രമെറ്റ്, ഇങ്ങനെ ആ ഇൻഡിക്കേഷൻ അനുസരിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോൾ കുട്ടി വിറയ്ക്കാൻ തുടങ്ങും. കിലുകിലുകിലാന്ന് വിറയ്ക്കാൻ തുടങ്ങും. കിലുകിലാന്ന് വിറയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഫിറ്റ്സ് അപ്പൊ പോയി എന്ന് തന്നെ വിചാരിച്ചു വേണം. കുട്ടി കരയും. കുട്ടി കരയണം. കരഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇഷ്ടമാണ്, ഇവരുടെ പ്രശ്നങ്ങൾ അവര് ഹാപ്പി ആവും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻ കൊടുത്ത് വിട്ട് കഴിയും. അപ്പൊ ഇത് ഒരു ധാരണയുണ്ട്, ഈ ചൂട് കൂടിക്കഴിയുമ്പോഴാണ് ഈ ഫിറ്റ്സ് വരുന്നത് എന്നൊരു ധാരണയുണ്ട്. വാസ്തവത്തിൽ അത് തെറ്റാണ്. എൻ്റെ അനുഭവത്തില് അത് തെറ്റാണ്. എന്താന്ന് വെച്ചാൽ ഈ ഫിറ്റ്സ് വരാനായിട്ട് അങ്ങനെ ടെമ്പറേച്ചർ കൂടുകയൊന്നും വേണ്ട. ഫിറ്റ്സ് സാധാരണ വരുന്ന കുട്ടികൾക്ക് ടെമ്പറേച്ചറിനെ കയറി വരുമ്പോൾ ഏതാണ്ട് 99, 100 തന്നെ വരുമ്പോഴത്തേക്ക് 100, 101 ആയി കഴിയുമ്പോൾ തന്നെ ഫിറ്റ്സ് ഇങ്ങനെ വരും. അതേസമയം അറ്റ് ദി സെയിം ടൈം നമുക്ക് ഈ 104 വരെ ഉള്ള ടെമ്പറേച്ചറുള്ള കുട്ടികൾക്ക് പോലും ഫിറ്റ്സ് വരുന്നതായിട്ട് കാണുന്നില്ല. അതൊക്കെ എല്ലാ ഹോമിയോ ഡോക്ടർമാരുടെ അനുഭവമായിരിക്കും അത്. പിന്നെ ഹോമിയോപ്പതി മരുന്ന് മാത്രം കൊടുക്കുന്ന കുട്ടികൾക്ക് ടെമ്പറേച്ചർ എപ്പോഴും പെട്ടെന്ന് ഷൂട്ടപ്പ് ചെയ്ത് കയറി വരും. പടപടാന്നും പറഞ്ഞ് കയറി വരും. അത് ആ കയറി വരുന്ന പോലെ തന്നെ ടെമ്പറേച്ചർ കുറയുകയും ചെയ്യും. ഈ ബ്രെയിൻ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ബെൽഡോണെ പോലെ ഒരു മെഡിസിൻ നമുക്ക് വേറെ ഇല്ല. സത്യമാണ്. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് ഏത് ഹോമിയോ ഡോക്ടറും, പിന്നെ ഈ പനികളിൽ നമ്മൾ സിംഗിൾ റെമഡി തന്നെ കൊടുത്ത് ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. അതും എൻ്റെ ഒരു അഭിപ്രായമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ റെമഡി തന്നെ നമുക്ക് ട്രൈ ചെയ്യാം. അതിനകത്ത് മൾട്ടിപ്പിൾ റെമഡി തന്നെ ട്രൈ ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. ഈ പ്രോട്ടോകോൾ മെത്തേഡ് ഒത്തിരി ആൾക്കാർ എതിർക്കുന്നുണ്ട്. അവരൊക്കെ സിംഗിൾ റെമഡിയാണ്, അത് അങ്ങനെ ചെയ്യണം. പക്ഷെ അത് അങ്ങനെയല്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡിയുടെ കൂട്ടത്തിൽ തന്നെ നമുക്ക് പത്തോളജിക്കൽ റെമഡിയും കൊടുക്കാം. മറ്റേ 1 or 2 മരുന്ന് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിന്റെ കൂട്ടത്തിൽ തന്നെ കൊടുക്കാം. അത് അനുഭവമുണ്ട്. അനുഭവമുള്ള കാര്യം എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? സാർ ഒരു സംശയം, ബെൽഡോണ 3 ഡോസ് കൊടുക്കുമെന്ന് പറഞ്ഞു. അത് എങ്ങനെയാണ് ഇത് കൊടുക്കുന്നത്? ഏത് ടൈമിലാണ് അത് കൊടുക്കുന്നത്? എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയെ ടെമ്പറേച്ചർ ആയിട്ടാണല്ലോ നമ്മുടെ ക്ലിനിക്കിൽ കൊണ്ടുവരുന്നത്. പനിയായിട്ടാണ് ഞാൻ പറയും, ഞാൻ അവിടെ വെച്ച് തന്നെ ഒരു 4 പിൽസ് ഒരു സ്റ്റീൽ ഗ്ലാസിനകത്ത്, 1/4 ഗ്ലാസ് വെള്ളത്തിനകത്ത് 4 പിൽസ് വെള്ളം മെഡിക്കേറ്റ് ചെയ്ത് 4 പിൽസ് എടുത്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് അലിപ്പിക്കും. അവിടെ വെച്ച് തന്നെ ഒരു ഡോസ് കൊടുക്കും. ഒരു ഡോസ് കൊടുത്തിട്ട് പിന്നെ അവരുടെ കൈ കൊടുത്തു വിടും. ഒരു 4 പൗഡർ കൂടെ കൊടുത്തു വിടും. എന്നിട്ട് പറയും, നിങ്ങൾ ഇപ്പൊ ടെമ്പറേച്ചർ കൂടുന്നെങ്കിൽ, ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിൽക്കുന്നെങ്കിൽ ഇതുപോലെ തന്നെ 1/4 ഗ്ലാസ് വെള്ളത്തിൽ ഒരു പൊടി ഇട്ടിട്ട് 15 മിനിറ്റോ 20 മിനിറ്റ് 20 മിനിറ്റ്സ് ഇടവിട്ട് കൊടുക്കാൻ പറയും. പിന്നെ ആ കുട്ടിക്ക് ഫിറ്റ്സ് വരത്തില്ല. വളരെ ശരിയാണ് ഡോക്ടറെ, വളരെ ശരിയാണ്.
അതെല്ലാം അത് അനുഭവത്തിൽ നിന്ന് ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പേഷ്യന്റ് ഞാൻ കേസ് എടുത്ത് നോക്കിയപ്പം കാൽക്കേരിയ കാർവാണ്, എക്സാക്ട് കാൽക്കേരിയ കാർവ്. അവരുടെ രോഗം എന്താന്ന് വെച്ചാൽ അവരുടെ 2 കിഡ്നിയിലും കല്ലുകളാണ്. 6 കല്ലാണ് ഉണ്ടായിരുന്നത്. ഞാൻ കേസ് എടുത്ത് ഞാൻ അധികം ഡീറ്റെയിലേക്ക് പോകുന്നില്ല. കാൽക്കേരിയ കാർവാന്ന് കണ്ട് കാൽക്കേരിയ കാർവ് 10 ക്ലിനിക്ക് വെച്ച് തന്നെ ഒരു ഡോസ്. ഇവരുടെ 2 കിഡ്നിയിലും ആണ് കല്ലിരിക്കുന്നത്, 2 കിഡ്നിയിലുമാണ്. അപ്പൊ പിന്നെ ഞാൻ കാൽക്കേരിയ കാർവ് കൊടുത്തിട്ട് സ്വന്തം അനുഭവമാണ് പറയുന്നത്. ബെർബറിസ് വൾഗാരിസ് ടിഞ്ചർ, അതുപോലെ തന്നെ ലൈക്കോപോഡിയം 6X, ബെർബറിസ് വൾഗാരിസ് ടിഞ്ചർ 15 ഡ്രോപ്സ് വെച്ച് 2 hour ഇന്റർവെൽ. ഈ 6X അത് വെള്ളത്തിൽ ആക്കിയിട്ട് അതും പിന്നെ 4 നേരം വെച്ച് കഴിക്കാൻ പറഞ്ഞു. 6ാം പൊക്കം അവര് കല്ലുണ്ടല്ലോ, 4 കല്ലാ ചാടിപ്പോയത് 6ാം പൊക്കം. എന്നിട്ട് ആ കല്ല് പൊതിഞ്ഞ് എന്റെ ക്ലിനിക്കിൽ കൊണ്ടുവന്ന് ഇപ്പോഴും എന്റെ കല്ല് എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അവർക്ക് അത് കഴിഞ്ഞപ്പോൾ അവർ ഹാപ്പിയായി. അവർ ഫേസ്ബുക്കിൽ ഇട്ടു ഇത്. അവരുടെ ഫേസ്ബുക്കിലിട്ട് എന്റെ പേരിട്ടില്ല. ഞാൻ പറഞ്ഞു എന്റെ പേരിടണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ ഹോമിയോപ്പതി മരുന്ന് കൊണ്ട് ഇത് ഇങ്ങനെ കല്ല് കിട്ടി എന്നുള്ള കാര്യം ഇട്ടോളാൻ പറഞ്ഞു. അതിട്ടു. ഒത്തിരി പേര് റെസ്പോണ്ട് ചെയ്തു. ചില ആൾക്കാരൊക്കെ നമ്പർ ചോദിച്ചു. അങ്ങനെ കുറച്ച് 4-5 പേര് എന്നെ അന്വേഷിച്ചു വിടുന്നത്. ഞാൻ അവർക്കും ഈ കല്ലിന്റെ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ എല്ലാ കല്ലും ഇങ്ങനെ പോകത്തില്ല, അത് നമ്മൾ മനസ്സിലാക്കണം. എന്താന്ന് വെച്ചാൽ കിഡ്നിയുടെ അകത്ത് കാലിസിസിലും പിന്നെ ഇന്നർ സൈഡിൽ ഡീപ്പായിട്ടിരിക്കുന്ന കല്ലുകൾ പെട്ടെന്ന് പോകത്തില്ല. ഇത് പോകുന്ന കല്ലുകൾ എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ യൂറിറ്ററിന്റെ ആ പെൽവിക് ഏരിയയിൽ ഇരിക്കുന്ന കല്ലുകൾ പെട്ടെന്ന് തന്നെ യൂറിറ്ററിലേക്ക് ഇറങ്ങി ബ്ലാഡറിൽ വന്ന് സ്ത്രീകൾക്കാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ തെറിച്ചു പോകും. സ്ത്രീയല്ലേ പെട്ടെന്ന് തെറിച്ചു പോകും. ആണുങ്ങൾക്കാണെങ്കിലും പോകും, പക്ഷെ സ്വല്പം പെയിൻഫുൾ ആയിരിക്കും അത്. കാൽക്കേരിയ കാർവ് ഇതേ പേഷ്യന്റ് വേറെ ഒരു രോഗിക്ക് ഒരു 34 വയസ്സുള്ള ആള് കാൽക്കേരിയ കാർവാണ്. ഇത് തന്നെ ഞാൻ ഈ മെത്തേഡ് ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോഴും കല്ല് ചാടിപ്പോയി. അതെങ്ങനെ ചാടിപ്പോയി? അയാളെ ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ 5-6 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഭയങ്കര പെയിനാന്നും പറഞ്ഞ് ഇയാളെ അവളുടെ ന്യൂലി മാരീഡ് ആയിരുന്നു അയാളെ കൊണ്ടുപോയി അവളുടെ ഫാദറിൻലാ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ട്രിപ്പ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഈ കല്ല് അയാൾ ട്രിപ്പ് ഇട്ടു. മൂത്രമൊഴിക്കാൻ തോന്നി, മൂത്രമൊഴിച്ചപ്പോൾ കല്ല് ചാടി വീണു. അപ്പോൾ അത് കാരണം എന്താന്ന് വെച്ചാൽ ഇത് ഈ യൂറിൻ വന്ന് തള്ളി ട്രാക്റ്റിൽ വന്ന് അത് ചാടി വെളിയിൽ പോയി. അപ്പൊ ഞാൻ പറഞ്ഞിരുന്ന പോയിന്റ് അതല്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഇപ്പൊ തന്നെ ലൈക്കോപോഡിയം ആണെങ്കിലും ഈ ലൈക്കോപോഡിയം നമ്മൾ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റിനൊക്കെ സാധാരണയായിട്ട് ഞാൻ കൊടുക്കുന്ന ഒരു മരുന്നാണ് ലൈക്കോപോഡിയം 0/3 ഞാൻ കൊടുക്കാറുണ്ട്. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ട്രിബുലസും കൊടുക്കാറുണ്ട്. ഇതനുസരിച്ച് സാബൽസെറോട്ടിൽ കൊടുക്കാറുണ്ട്. അങ്ങനെ പല മെഡിസിൻ ഉണ്ടല്ലോ, നമുക്ക് കുറെ മരുന്നുണ്ട്. ആ സിംറ്റം അനുസരിച്ച് അതും കൂടെ കൊടുക്കാറുണ്ട്. അപ്പം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ വിത്ത് ടിഞ്ചേഴ്സ് കൊടുക്കുമ്പം ഫണ്ടാസ്റ്റിക് ഇഫക്റ്റ് ആണ്. അപ്പൊ അത് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ മാത്രമായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യേണ്ട കാര്യമില്ല. മറിച്ച് പത്തോളജിക്കൽ മെഡിസിൻ കൂടെ നമ്മൾ പത്തോളജി മനസ്സിലാക്കിയിട്ട് നമ്മൾ കൊടുക്കണം. അതിന് വേറൊരു ഉദാഹരണം ഞാൻ പറയാം. ഒരു പേഷ്യന്റ് അയാൾക്ക് ഭയങ്കര മുട്ടുവേദന എൻ്റെയൊക്കെ വന്നിട്ട് ഞാൻ കേസൊക്കെ എടുത്തു കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് കാലി അയോഡ്, സാധാരണ നമ്മൾക്ക് അങ്ങനെ വരുന്ന കേസുകൾക്ക് കാലി അയോഡ് നമ്മൾ കൊടുക്കാറുണ്ട്. കാലി അയോഡ് ലോവർ പൊട്ടൻസി, അതായത് കാലി അയോഡ് 30, ലോവർ അല്ല, 30 ലോവർ അല്ല എങ്കിലും കാലി അയോഡ് 30 ഞാൻ കൊടുത്തു. ഒരു പ്രയോജനവും ഇല്ല. കാലി അയോഡ് 200 കൊടുത്തു, ഒരു പ്രയോജനവും ഇല്ല.
അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഇങ്ങനെ പോയാൽ പറ്റത്തില്ല, പേഷ്യന്റ് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും, വേദന കുറവില്ല. അപ്പൊ ഇയാളുടെ ഞാൻ യൂറിക് ആസിഡ് ചെക്ക് ചെയ്യിച്ചു. യൂറിക് ആസിഡ് ചെക്ക് ചെയ്യിച്ചു ബ്രിമ്മിലാണ്, യൂറിക് ആസിഡ് ബ്രിമ്മിലാണ് നിൽക്കുന്നത്, നോർമലി ബ്രിമ്മിൽ നിൽക്കുന്നു. അപ്പം എനിക്ക് പെട്ടെന്ന് ഞാൻ ആലോചിച്ചു, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ആസിഡ് ബെൻസ് കൊടുത്തുകൂടാ? ആസിഡ് ബെൻസ് വണ്ണം കൊടുത്തു. ആസിഡ് ബെൻസ് വണ്ണം കൊടുക്കുകയും കാലിയായോട് ഇതുപോലെ തന്നെ വണ്ണമും ഞാൻ ആൾട്ടർനേറ്റ് ചെയ്തു. ഞാൻ ഇതിൽ ഒരു റിസർച്ച് എന്നുള്ള നിലയിലാണ് ചെയ്യുന്നത്. ഓൾട്ടർനേറ്റ് ചെയ്ത് കൊടുത്തു. ഓൾട്ടർനേറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ അയാളുടെ വേദന ശരിക്കും കുറഞ്ഞു. അയാൾക്ക് ഇപ്പൊ there is no problem. നമ്മള് ഈ പനി കേസിൽ അങ്ങനെ നമുക്ക് കൊടുക്കാവുന്ന എങ്ങനെയായിരിക്കും സാറേ? ഇപ്പൊ ബെല്ല് കൊടുത്തതിന്റെ കൂടെ ഞാൻ നമുക്ക് സാധാരണയായിട്ട് ഇപ്പൊ ഒരു കൊച്ചു കുട്ടിയെ നമ്മുടെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എത്രയൊക്കെ നമ്മള് എന്തൊക്കെ ഈ ക്ലാസ്സിലും അതും ഇതും ഒക്കെ പറയുന്നുണ്ട്, എവരിബഡി നോസ് വാട്ട് ഈസ് ദ സിംറ്റം ഓഫ് ബ്രയോണിയ. എല്ലാവർക്കും അറിയാം, എല്ലാ ഹോമിയോപ്പതി ഡോക്ടർക്കും അറിയാം. പക്ഷേ ബ്രയോണിയ കൊടുത്ത് അന്നത്തെ ദിവസം കുറഞ്ഞില്ല എങ്കിൽ പിറ്റേ ദിവസം കൂടെ വരും, കഷ്ടിച്ച് വരും. അതിന്റെ അടുത്ത ദിവസം നമ്മളൊക്കെ വരത്തില്ല. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഞാൻ ഇതുപോലെ തന്നെ റിസർച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. ഞാൻ എപ്പോഴും അങ്ങനെ വരുന്ന കുട്ടികൾക്ക് നിങ്ങൾ ഞാൻ ഹോമിയോപ്പതി പ്രിസ്ക്രിപ്ഷനെ കുറ്റം പറഞ്ഞാലും നമുക്ക് റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് ബ്രയോണിയ 30യും മിക്കവാറും പേഷ്യൻസിനെല്ലാം ഞാൻ ജെൽസീമിയൻ 200 4 ഡോസും കൂടെ കൊടുക്കും. അതിൻ്റെ കൂടെ ബെല്ല് വണ്ണം 3-4 ഡോസും കൂടെ 2-3 ഡോസും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ഒരു 60-70% ഫീവർ കേസുകൾ കുട്ടികളുടെയും പിറ്റേ ദിവസം വരുമ്പോൾ ടെമ്പറേച്ചർ കാണാം. ദേ ആർ ഹാപ്പി. അപ്പൊ ഇവിടെ എവിടെയാണ് നമ്മുടെ ചിന്തയ്ക്ക് പെശക് പറ്റിയിരിക്കുന്നത്? ഇവിടെ എവിടെയാണ് നമ്മുടെ ചിന്തയ്ക്കും നമ്മുടെ പ്രവൃത്തിയിലും നമുക്ക് തെറ്റുപറ്റിയതല്ല ഞാൻ പറയാം, തെറ്റല്ല, നമ്മുടെ ട്രാക്ക് തെറ്റിപ്പോയിരിക്കുന്നു. അത് എവിടാണ് തെറ്റിപ്പോയിരിക്കുന്നത്? അല്ല, നമ്മൾ അവിടെ ആ ജെൽസീമിയമാണെന്ന് നോക്കി കണ്ട് ജെൽസീമിയത്തിന്റെ സിംറ്റംസ് കണ്ണ് ഡ്രോപ്പിംഗ് ഓഫ് ഐലിഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ കൈ കൊണ്ട് വെച്ച് നോക്കിയാൽ, ഒരു കൈ നമ്മളിങ്ങനെ വെച്ച് നോക്കിയാൽ നട്ടല്ലി മാത്രം കൂടുതൽ ടെമ്പറേച്ചറും മറ്റു സൈഡിലൊക്കെ സാധാ നോർമൽ ടെമ്പറേച്ചറുമാണ് എങ്കിൽ ഡ്രോപ്പിംഗ് ഓഫ് ഐലിഡ്സും ഉണ്ട്. അതുപോലെ തന്നെ ഒരുമാതിരി കോമട്ടോസ് ആയിട്ട്, അതായത് ഒരു സ്ലീപ്പി നേച്ചറുമായിട്ട് ഒരു കുട്ടി സ്നീസിങ് ഉണ്ട് എങ്കിൽ നമുക്ക് അത് ജെൽസീമിയമാണെന്ന് ഞാനങ്ങ് ഉറപ്പിക്കും. എൻ്റെ ഒരു ഒബ്സർവേഷൻ ആയിരുന്നു, ഉറപ്പിക്കും. പക്ഷേ ഞാൻ ഒരു ചെറിയ ടെസ്റ്റ് അങ്ങനെ ഉറപ്പിക്കും. പക്ഷേ അത് ഉറപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ ഹയർ പൊട്ടൻസി, എപ്പോഴും ചേഞ്ച് പൊട്ടൻസി ഒരിക്കലും ഞാൻ സെയിം പൊട്ടൻസി കൊടുക്കത്തില്ല ഇങ്ങനെയുള്ള കേസുകളിൽ. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ സെയിം പൊട്ടൻസി കൊടുക്കുമ്പോൾ ഒരു ക്ലാഷ് ഉണ്ടാവും. ആ ലെവലില്, ആ ഡീപ്പർ ലെവൽ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ലെവലാണ്. ആ ലെവലിൽ 30 പൊട്ടൻസി ആക്ട് ചെയ്യുന്ന സ്ഥാനത്ത് ഒരിക്കലും 200 ആക്ട് ചെയ്യത്തില്ല. അത് സ്റ്റിൽ ഡീപ്പറാണ്. അതിനെക്കാട്ടിലും ഡീപ്പറാണ് വണ്ണം പൊട്ടൻസി. അപ്പം നമ്മള് ബെലഡോണ വണ്ണം കൊടുക്കുന്ന സ്ഥാനത്ത് ഒരിക്കലും ജെൽസീമിയ ആക്ട് ചെയ്യില്ല, ജെൽസീമിയ ആക്ട് ചെയ്യുന്ന സ്ഥാനത്ത് ഒരിക്കലും ബ്രയോണിയ ആക്ട് ചെയ്യില്ല. അങ്ങനെ വരുമ്പോൾ there is no clash of potencies. ഡിഫറെന്റ് ലെവലിലാണത്. അതേസമയം അറ്റ് ദ സെയിം ടൈം നമ്മൾ എന്താ സ്കിന്നിന് വളരെ മൈൽഡ് ഡോസ് കൊടുക്കുന്നു, സിംഗിൾ ഡോസ് കൊടുക്കുന്നതിന്റെ കാര്യം എന്താ? അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ സിംഗിൾ ഡോസ് ഒക്കെ ഞാൻ ഗ്രാഫൈറ്റിസ്, സീറോബാർത്തി ആഴ്ച ഒരിക്കൽ ഒരു ഡോസേ കൊടുക്കത്തുള്ളൂ. അനുഭവമാണത്. ഗ്രാഫൈറ്റിസ് 30. അതുപോലെ തന്നെ നമ്മൾ ഏത് സ്കിൻ ഡിസീസ് ചികിത്സിക്കുമ്പോഴും നമ്മൾ പൊട്ടൻസി ഒരിക്കലും ഹയർ പൊട്ടൻസി കൊടുക്കരുത്. എപ്പോഴും ഹയർ പൊട്ടൻസിയും കൊടുക്കരുത്. ഒരു 30ക്ക് മേലെ നമ്മൾ ഒരിക്കലും പോകരുത്. 0/3 പോവാം. 0/3ക്ക് കുഴപ്പമില്ല. 0/3 ഇപ്പം ഒരു പേഷ്യന്റ് ഈ ഒരു 3 വർഷമായിട്ട് എൻ്റെ ചികിത്സയിലാണ്. അയാൾക്ക് എന്താ PSA കൂടിയിരിക്കുന്നു. അതുപോലെ തന്നെ അയാളുടെ പ്രോസ്റ്റേറ്റ് ഹൈലി നന്നായിട്ട് എൻലാർജ് ചെയ്തിരിക്കുന്നു. ഡിഫറെന്റ് ടൈംസ് ആണ് രാത്രി മൂത്രമൊഴിക്കാൻ പോകുന്നത്. സ്പ്ലിറ്റ് ആയിട്ടാണ് മൂത്രം പോകുന്നത്. അതുപോലെ തന്നെ ഈ
ചെറിയ സ്ട്രീമാണ്, ചെറിയ സ്ട്രീം. ഇങ്ങനെ ഒരു നൂല് പോലെ പോകത്തുള്ളൂ. അയാളുടെ പരിശോധനകളൊക്കെ നടത്തിയപ്പം അയാൾക്ക് PSA കൂടുതലാണ്. അത് എൻ്റെ ആ പേഷ്യൻ്റ് വന്നു. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഇടയ്ക്ക് പറയുന്ന ഒരു വാചകമുണ്ട്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഈ PSA എന്നൊക്കെ പറഞ്ഞ സാധനം വലിയ കുഴപ്പമൊന്നുള്ളതല്ല, അത് കുറയും. നിങ്ങൾ എൻ്റെ മരുന്ന് കഴിക്കുക. മരുന്ന് കഴിച്ചിട്ട് ഞാൻ 1 മാസത്തിനകം നിങ്ങളുടെ PSA കുറച്ച് തരാം, നിങ്ങളുടെ ഈ രോഗത്തിനും ആശ്വാസം ഉണ്ടാക്കി തരാം. രോഗം ഭേദമാകുന്നില്ല, ആശ്വാസം ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് ഞാൻ കേസ് എടുത്തപ്പോൾ എക്സാക്ട്ലി ലൈക്കോപോഡിയമാണ്. ഞാൻ ലൈക്കോപോഡിയം 0/3 കൊടുത്തു. എങ്ങനെ കൊടുത്തു? 0/3 14 പാക്കറ്റ്, പിന്നെ അതിന്റെ കൂട്ടത്തിൽ സാബെസോട്ടിലെയും ട്രിബുലസും കൊടുത്തു ഞാൻ. അത് സിംഗിൾ ഡോസ് ഈ 0/3 14 ഡോസ് കൊടുത്തു വിട്ട് പറഞ്ഞു, നിങ്ങൾ രാവിലെ ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ ഈ 1 ഡോസ് അലിപ്പിക്കണം. എന്നിട്ട് രാവിലെ 1 സ്പൂണ്, ഉച്ചയ്ക്ക് 1 സ്പൂണ്, രാത്രി 1 സ്പൂണ്. ബസ് അങ്ങനെ 14 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ഇത് തീരും. അപ്പോൾ നിങ്ങൾ തിരിച്ച് എൻ്റെ ഒക്കെ വരണം, PSA ടെസ്റ്റ് ചെയ്തുകൊണ്ട് വരണം. അത് എനിക്ക് എൻ്റെ ആവശ്യത്തിനല്ല ഞാൻ PSA ടെസ്റ്റ് ചെയ്യാൻ പറയുന്നത്, നിങ്ങളുടെ ആവശ്യത്തിനാണ്. എനിക്ക് ഷുവറാണ് ഇതിന് നിങ്ങളുടെ സിംറ്റത്തിന് കുറവ് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് എനിക്ക് ആവശ്യം. അയാൾ അടുത്ത പ്രാവശ്യം വന്നപ്പം പറഞ്ഞു 6-7 പ്രാവശ്യം ഉറക്കത്തിൽ നിന്ന് പോയിക്കൊണ്ടിരുന്ന ആളിന് 5 പ്രാവശ്യമായി. അത് കഴിഞ്ഞ് ഒരാഴ്ച കൂടെ കഴിഞ്ഞപ്പോൾ 4 ആയി, പിന്നെ 3 ആയി. ഇപ്പൊ അയാൾ എൻ്റെ ഒക്കെ വന്ന് പറഞ്ഞു, ഞാനിപ്പോ അങ്ങനെ രാത്രിയിലൊന്നും എഴുന്നേൽക്കുന്നില്ല ഡോക്ടറെ, ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്, എൻ്റെ സ്ട്രീമൊക്കെ ഇപ്പൊ നല്ല പ്രഷർഫുൾ ആയിട്ടാണ് പോകുന്നത്, എനിക്കിപ്പം വേറെ പ്രശ്നമൊന്നുമില്ല, മരുന്ന് നിർത്താമോ? ഞാൻ പറഞ്ഞു മരുന്ന് നിർത്താറായിട്ടില്ല. മരുന്ന് ഇപ്പൊ ഞാൻ കൊടുക്കുന്നത് 0/6 ആണ് കൊടുക്കുന്നത്. 0/6 കൊടുത്തിട്ട് ഈ രീതി അങ്ങ് ഞാൻ മാറ്റിക്കഴിഞ്ഞാൽ രാത്രി കിടക്കാൻ നേരത്ത് മാത്രം 0/6 1/4 ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയിട്ട് 1 സ്പൂൺ കഴിച്ചോളാൻ പറഞ്ഞു. കഴിഞ്ഞു. ദാറ്റ് ഈസ് വൺ ഓഫ് ദി മെത്തേഡ്. ഇത് തന്നെ ഇപ്പൊ ഈ മെത്തേഡ് ഇത് തന്നെ വേറൊരു രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. അതെങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പൊ ആലപ്പുഴ കളക്ടറേറ്റ് ഒരു ജീവനക്കാരൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒക്കെ വന്നു. ഇതേ പ്രോബ്ലം തന്നെയാണ് അയാൾക്ക്, ഈ പ്രോസ്റ്റേറ്റിന്റെ എല്ലാം. അപ്പൊ ഈ ലൈക്കോപോഡിയം അന്ന് ആ ആളിന് ലൈക്കോപോഡിയം തന്നെ എനിക്ക് മെഡിസിൻ മതി. അന്ന് ഞാൻ പരീക്ഷിച്ചത് അങ്ങനല്ല. അന്ന് ഞാൻ അയാൾക്ക് 14 പൊടി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൽ നിങ്ങൾ ഒന്നിലെ മിനറൽ വാട്ടർ കുടിക്കണം, അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം കുപ്പിക്കകത്ത് ഇട്ടിട്ട് പോയി നിങ്ങളുടെ ഇഷ്ടം പോലെ കുടിച്ചോളാൻ പറഞ്ഞു, തോന്നി പോലെ കുടിച്ചോളാൻ പറഞ്ഞു. പക്ഷേ നിങ്ങൾ 1 ലിറ്റർ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ അടുത്ത പൊടി ഇടണം. അങ്ങനെ കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ കണ്ടിന്യൂ ചെയ്തപ്പോൾ ഈ സാബെൽസെറോട്ടില രാവിലെയും രാത്രിയിലും ആക്കി. എന്നുവെച്ചാൽ തുള്ളിമരുന്ന് കൊണ്ടുപോയിട്ട് രാവിലെ അവിടെ കൊണ്ടുപോയി കഴിക്കാൻ പറ്റത്തില്ല. അത് 2 നേരം ഇതാക്കി കഴിഞ്ഞപ്പോഴും ബെസ്റ്റ് റിസൾട്ട്. അപ്പം അതിൽ നിന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഞാൻ പറഞ്ഞുതരാം. എപ്പോഴെങ്കിലും ഹോമിയോപ്പതിക് മെഡിസിൻ നമ്മൾ വളരെ മൈന്യൂട്ടസ്റ്റ് ഡോസിനാണ് ഏറ്റവും കൂടുതൽ ആക്ഷൻ. എൻ്റെ ഒബ്സർവേഷനിൽ പറയാണ്, മൈന്യൂട്ടസ്റ്റ് ഡോസിനാണ് ഏറ്റവും നല്ല ആക്ഷൻ. ബെസ്റ്റ് ആക്ഷൻ കിട്ടുന്നത് മൈന്യൂട്ടസ്റ്റ് ഡോസിനാണ്. ഈ വലിച്ചുവാരി മരുന്ന് കൊടുത്തിട്ടൊന്നും കാര്യമില്ല. അത് നിങ്ങൾക്ക് 1 or 2 നിങ്ങൾ മൾട്ടിപ്പിൾ റെമഡി നടത്തിക്കോളൂ. പക്ഷെ എന്നാലും ഡോസ് മിനിമം ഡോസിൽ പോയാൽ മതി. പക്ഷെ ടിഞ്ചേഴ്സ് ഒക്കെ നമ്മൾ കൂടുതൽ ഡോസ് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. 10, 15, 20 തുള്ളി കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ടിഞ്ചേഴ്സ് ബാക്കിയുള്ളതൊക്കെ നമുക്ക് മിനിമം ഡോസ് മതി, എക്സാക്ട്ലി മിനിമം ഡോസ് മതി. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്താന്ന് വെച്ചാൽ, ഈ പ്രോട്ടോകോൾ സമയമായി അല്ലേ? ഇല്ലേ? നമുക്ക് അങ്ങനെയാണല്ലേ സാറേ, ഈ ബെല്ല് കൊടുക്കുന്ന ഒപ്പം ഈ ഡയറിയും വോമിറ്റിങ്ങും വെച്ച് നമുക്ക് വേണേ പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസം ഇവിടെ കോളറയുടെ ചർച്ച നടന്നു. ഞാൻ അഭിപ്രായം ഒന്നും പറഞ്ഞില്ല. കാര്യം എന്താണെന്നറിയാമോ? അഭിപ്രായം പറയാതിരിക്കാൻ കാര്യമുണ്ട്. ഞാൻ കോളറ ചികിത്സിച്ചത് കണക്ക് അമ്പലപ്പുഴ ആരും കോളറ ചികിത്സിച്ചിട്ടില്ല. ആ സമയത്ത് കോളറ എൻട്രൈറ്റിസ്, ഗാസ്ട്രോ എൻട്രൈറ്റിസ്, അത് കോളറ എന്നല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നേ. 83 അല്ല 82 ഒരു ഗാസ്ട്രോ എൻട്രൈറ്റിസ് വന്നു ആലപ്പുഴ മുഴുവൻ ഗാസ്ട്രോ എൻട്രൈറ്റിസ് വന്ന് മെഡിക്കൽ കോളേജ് കുഞ്ഞുങ്ങളെ കൊണ്ട് നിറഞ്ഞ് ഒത്തിരി കുഞ്ഞുങ്ങൾ മരിച്ചു. എൻ്റെ മൂത്ത മോക്കും ഗാസ്ട്രോ എൻട്രൈറ്റിസ് വന്നു.
വന്നു. അപ്പം സാധാരണ ഇതിൽ എന്താ ചെയ്യുന്നത്? പൊക്കി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവാ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, എൻ്റെ വൈഫിന്റെ ഒക്കെ പറഞ്ഞു, അതെ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, എങ്ങും കൊണ്ടുപോകുന്നില്ല, ഞാൻ ചികിത്സിക്കും എൻ്റെ കുഞ്ഞിനെ. ഞാൻ ഇവിടെയുള്ള ആലപ്പുഴയിൽ അന്ന് എനിക്ക് അറിയാവുന്ന വർഗീസ് സാറ്, ചെറിയാൻ സാറ്, പിന്നെ വേറെ പല അന്നത്തെ പ്രഗത്ഭന്മാരെ, പല ആൾക്കാരെ ഞാനെന്ന് ചെറുപ്പമല്ലേ, എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ ഇവരുടെയൊക്കെ പോയി മുട്ടിയിട്ട് ഇങ്ങനെയാണെന്ന് പറഞ്ഞു, കുഞ്ഞിന് ഭയങ്കര വയറ്റിളക്കവും ഛർദിയും സാറേ, പനിയുണ്ട്, ഞാൻ പല മരുന്നുകൾ കൊടുത്തു, എന്നിട്ടൊന്നും ഒരു റെസ്പോൺസും കാണുന്നില്ല. എൻ്റെ അമ്മ എൻ്റെ ഒക്കെ ചോദിച്ചു, നീ കുഞ്ഞിനെ കൊല്ലുവാണോ എന്നാ ചോദിച്ചു. നിങ്ങൾ ആ കണ്ടീഷൻ, കുഞ്ഞിനെ ഒന്നുമില്ല, ഇങ്ങനെ വെറുതെ ഇങ്ങനെ കട്ടിലേൽ ഇങ്ങനെ കിടക്കുക. എൻ്റെ വൈഫ് കുറച്ചുകൂടെ ബലമുണ്ട്, അതുകൊണ്ടാണ് അതങ്ങനെ ഇങ്ങനെ നിന്ന് ഞാൻ മരുന്ന് കൊടുത്തിട്ടൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. പിന്നെ അവസാനം ഞാനൊരു മരുന്ന് കൊടുത്തു, ദാറ്റ് ഈസ് എത്തൂസയാണ് കൊടുത്ത അവസാനം. ആ ഒരു ഡോസ് 2-3 ഡോസ് ഉള്ളിൽ ചെന്നതിന് ശേഷം കുഞ്ഞിന്റെ വയറ്റിൽ നിന്ന് പോയിട്ടേ ഇല്ല, ഛർദിച്ചിട്ടേ ഇല്ല. എത്തൂസയാണ് അതിന്റെ മരുന്ന് കൊടുത്താൽ ചെന്നില്ല. അതിനുശേഷം ഉണ്ടല്ലോ, എനിക്ക് പുറകോട്ട് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഞാൻ ഒത്തിരി കുട്ടികളെ ചികിത്സിച്ചിട്ടുണ്ട്. ഇപ്പൊ എല്ലാരും പറയും, കാംഫറിനെ കുറിച്ച് പറയും. ഒരു ഞെട്ടിക്കുന്ന വിവരം ഞാൻ പറയാം കാംഫറിനെ കുറിച്ച്. എന്താന്ന് വെച്ചാൽ, കാംഫറിന്റെ കൂടെ പൊട്ടൻസി കൊടുത്താൽ ആക്ട് ചെയ്യും. 100%. 100% ഞാൻ കാണിച്ചു കൊടുക്കാം. 100%. ഞാൻ വൊമിറ്റിംഗ് ആയിട്ടൊരു കുട്ടിയെ എൻ്റെ ക്ലിനിക്കിൽ കൊണ്ടുവന്നാൽ ഞാൻ ആദ്യം ചെയ്യുന്നത് കാംഫർ ടിഞ്ചർ പിൽസ് ഞാൻ മെഡിക്കേറ്റ് ചെയ്യും. 2 ഗ്രാമില് പിൽസില് ഞാൻ കാംഫർ ടിഞ്ചർ ഒഴിച്ച് മെഡിക്കേറ്റ് ചെയ്യും. അറ്റ് ദ സെയിം ടൈം ബിസ്മത്തും മെഡിക്കേറ്റ് ചെയ്യും. എന്നിട്ട് ഞാൻ പറയും 15 മിനിറ്റ് ഇടവിട്ട് മാറി കൊടുക്കാൻ പറയും. വൊമിറ്റിംഗ് ആയിട്ട് ഒരു കുട്ടിയെ വൊമിറ്റിങ്ങും പർജിങ്ങും ആയിട്ട് വന്നു കഴിഞ്ഞാൽ മാറി കൊടുക്കാൻ പറയും. എന്നിട്ട് കുഞ്ഞിന് വെള്ളം കൊടുക്കണം. വെള്ളം കൊടുക്കുന്നത് കരിക്കും വെള്ളം കൊടുക്കരുതെന്ന് പറയും. കരിക്കും വെള്ളം കൊടുക്കരുത് എന്തോ എനിക്ക് അനുഭവത്തിൽ കരിക്കും വെള്ളം അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയിട്ടില്ല. ഞാൻ കൊടുക്കുന്നത് അരി തിളച്ചു വരുമ്പോ ആദ്യത്തെ വെള്ളം, അതിൽ ലേശം ഉപ്പിടണം. ORS കൊടുക്കരുതെന്ന് ഞാൻ പറയും. ഇത് സ്പൂൺ ഫീഡ് ചെയ്യണം. ഒരു 1-2, പിന്നെ എപ്പോഴെങ്കിലും കുഞ്ഞ് ഓക്കാനിക്കുന്നെങ്കിൽ എപ്പിക്കാക്ക് 200 ഞാൻ മാറ്റി കൊടുത്തുവിടും. എപ്പോഴെങ്കിലും കുഞ്ഞ് ഓക്കാനിക്കുന്നെങ്കിൽ ഒരു പൊടി ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ നിങ്ങൾ ഇട്ടിട്ട് അതിൽ നിന്ന് 1 സ്പൂൺ കുഞ്ഞിന്റെ വായി കൊടുക്കണം. എന്നിട്ട് മറ്റേത് കണ്ടിന്യൂ ചെയ്യണം. അവിടെ നിൽക്കും വോമിറ്റിങ്. പക്ഷേ നെക്സ്റ്റ് ഡേ ഈ കുട്ടിക്ക് ഡയറിയ സ്റ്റാർട്ട് ചെയ്യും. ഐ എം ഷുവർ അബൌട്ട് ഇറ്റ്. ഡയറിയ സ്റ്റാർട്ട് ചെയ്യും, മിക്കവാറും ഡയറിയ സ്റ്റാർട്ട് ചെയ്യും. ആ ഡയറിയ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് അടുത്ത മരുന്ന് എന്താണെന്നറിയാമോ? ആഴ്സനിക് ആൽബ് 3x. മറ്റേതങ്ങ് സ്റ്റോപ്പ് ചെയ്യും. ഏത്? കാംഫറും ഈ ബിസ്മത്ത് സ്റ്റോപ്പ് ചെയ്യും. സ്റ്റോപ്പ് ചെയ്തിട്ട് ആഴ്സനിക് ആൽബ് 3x കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കും. ആഴ്സനിക് ആൽബ് 3x കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പർജിങ് അങ്ങ് നിൽക്കും. നെക്സ്റ്റ് ഡേ എന്താ സംഭവിക്കുന്നത്? കാലേ നീര് വരും. അപ്പം നമ്മൾ കൊടുക്കേണ്ട മരുന്ന് ദാറ്റ് ഈസ് എപ്പിസ് കൊടുക്കണം. എപ്പിസ് കൊടുത്ത് കാലേ നീര് പോകും. നീര് പോയി കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞ് സുഖമാവും. 1.5. അപ്പം നമ്മൾ അപ്പോഴെങ്ങും സ്റ്റാർച്ചി ഫുഡ് കൊടുക്കത്തില്ല. പിന്നെ കൊടുക്കുന്ന ഫുഡ് ഏതാ? കുഞ്ഞ് ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല വിശപ്പ് കുഞ്ഞിനുണ്ടെങ്കിൽ അന്ന് നല്ല പഴുത്ത ഏത്തപ്പഴം വാങ്ങിച്ച് അതിന്റെ നടുക്കളത്തെ അരി കളഞ്ഞിട്ട് വേവിച്ചെടുക്കണം. വേവിച്ചെടുത്തിട്ട് അരി കളയണം. അരി കളഞ്ഞിട്ട് പിതുക്കി കുഞ്ഞിന് കൊടുക്കണം, കുറേശ്ശെ 2 ദിവസം അങ്ങനെ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ദിവസം നിങ്ങൾക്ക് ഇഡ്ഡലി കൊടുക്കാം. അപ്പോഴും കഞ്ഞി കൊടുക്കരുത്. ഇഡ്ഡലി മാവി വെച്ച് ചേർത്ത ഇഡ്ഡലി കൊടുക്കണം, പിതുക്കി കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞ് പിന്നെ അടുത്ത ദിവസം തൊട്ട് നിങ്ങൾക്ക് ചോറോ എന്തെങ്കിലും കൊടുക്കാം. ഇതാണ് ഇതിന്റെ പ്രോട്ടോകോൾ. എപ്പിസ് കൊടുത്തത് 30 ആയിരുന്നോ? എപ്പിസ് 30.
എപ്പിസ് 30 കൊടുത്താല് ഈ നീര് ഡിസപ്പിയർ ചെയ്യും. പിന്നെ ഒരു പ്രശ്നം ഇതിനകത്ത് വേറെ ഒരു പ്രശ്നം വരാൻ സാധ്യതയുള്ളതെന്ന് വെച്ചാൽ ഈ ഡയറിയ നിന്ന് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഡിസെൻട്രി വരും. അപ്പോഴും പേടിക്കേണ്ട കാര്യമില്ല. അപ്പോഴും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഡിസെൻട്രി വന്നു കഴിഞ്ഞാൽ നമ്മൾ 2 സിംറ്റം ഞാൻ ഡിസെൻട്രിക്ക് നോക്കത്തുള്ളൂ. സാധാരണഗതിയിൽ ഞാൻ നോക്കുന്ന 2 സിംറ്റം ആണ്. ഒന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടി നെറ്റ് പോയെന്ന് തോന്നുന്നു. ഡോക്ടറുടെ നെറ്റ് പോയെന്ന് തോന്നുന്നു ഡോക്ടറെ. അറിയാമോ ഡോക്ടറെ? എന്തായാലും നമ്മള് ചാന്ദിപുര വൈറസിൽ തുടങ്ങി ഇപ്പം ഈ ഛർദി പനിയിൽ നിൽക്കുകയാണ്. ഇപ്പൊ നമുക്ക് ശരിക്കും 10 മണിയാകുകയും ചെയ്തിരിക്കുന്നു. അപ്പം നമ്മള് മെഡിസിന് സാറ് പറഞ്ഞ പോലെ ബ്രെയിൻ സിംറ്റം പനിയും കണക്കാക്കി ബെല്ല് നല്ലൊരു മരുന്ന് തന്നെയാണ്. ആദ്യമേ ഞാൻ പറഞ്ഞ ആ ബെല്ലിന്റെ കാര്യം പറഞ്ഞത്. ബെല്ല് പിന്നെ വോമിറ്റിങ്ങിന്റെയും കൂടെ കൂട്ടി സാറിപ്പോ പറഞ്ഞ രീതിയിലാണ് പൊട്ടൻസി മാറ്റി കൊടുത്തത്. ആ പ്രശ്നം ഉണ്ടാകുകയില്ലെന്നാണ്. അപ്പൊ നമ്മുടെ സീനിയേഴ്സിന്റെ അനുഭവം നമ്മൾ നോക്കണം. നമ്മൾ ഇങ്ങനെയുള്ള കേസിൽ ശരിക്കും ഒറ്റ ഡോസും കൊണ്ട് നിന്ന് നമുക്ക് അക്യൂട്ട് കേസിൽ ചിലപ്പോൾ നമ്മുടെ ഇന്ന് ഡോക്ടർ വന്നിട്ടുണ്ട്. ഡോക്ടർ വന്നിട്ടുണ്ട്. ഹരിഹരൻ ഡോക്ടർ വന്നിട്ടുണ്ട്. സാറിന്റെ നെറ്റ് പോയത് കൊണ്ട് ഞങ്ങള് പറയുമായിരുന്നു ഇങ്ങനെ പനിക്കേസുകൾ വന്ന സാറ് പറഞ്ഞ പോലെ ഇപ്പം ലാസ്റ്റ് പറഞ്ഞൊന്നും കേട്ടില്ല. അത് ഞാൻ പറയാം. ഈ മെർക്സോളിന്റെ ഈ സിംറ്റം അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്നത് നക്സോമിക്കാണ് കൊടുക്കുന്നത്. നക്സോമിക്ക 200 കൊടുക്കും. ആ ഡയറിയ അവിടെ നിൽക്കും. അതൊന്നും ഒരു പ്രശ്നമല്ലെന്ന്. ഈ ഡയറിയ എന്നൊക്കെ പറഞ്ഞൊരു ഹോമിയോ ഡോക്ടറെ സംബന്ധിച്ച് ഒരു പ്രശ്നവുമില്ല, കാര്യമില്ല. ഒരു പ്രശ്നവുമില്ല. 100% ഉറപ്പാ അത്. മെർക്സോള് ഡിസെൻട്രി വന്നാല് അതിൽ ചളി മാത്രമേ ഉള്ളെങ്കിൽ മെർക്സോള്, ഇല്ലെങ്കിൽ അതൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. അതിനകത്ത് രക്തമയം കൂടെ ഉണ്ടെങ്കിൽ മെർക്കോർ കൊടുക്കണം. അല്ല, അതാ ഞാൻ പറഞ്ഞ രക്തമയം ഉണ്ടെങ്കിൽ മെർക്ക് കോർ കൊടുക്കണം. അല്ല ചളി മാത്രമേ ഉള്ളെങ്കിൽ മെർക്സോള് കൊടുക്കണം. ഒത്തിരി മരുന്നുണ്ട് ഇതിനൊക്കെ, ഇഷ്ടംപോലെ മരുന്ന്. പിന്നെ നമ്മൾ എവിടാ ഇത് കുഴപ്പം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊണ്ടൊന്നും നിന്നില്ലെങ്കിൽ നമ്മൾ എന്തെടുക്കണം? നമ്മൾ അലർട്ട് ആവണം. ആയിട്ട് ഇതിന്റെ പിന്നെ കുറച്ചുകൂടെ പഠിക്കണം. കേസ് പഠിച്ചിട്ട് നമ്മൾ അതിനകത്ത് ചിലപ്പം വേറെ പല മരുന്നുകളുണ്ടല്ലോ നമുക്ക്. ഡിസെൻട്രിക്കൊക്കെ ഒത്തിരി മരുന്നുണ്ട്. ആ മരുന്നുകളൊക്കെ ഉപയോഗിക്കണം. മോഷൻ ടെസ്റ്റ് ചെയ്യണോ ആ സമയത്ത്? നമ്മള് കുറിച്ചി എന്ന് പറഞ്ഞൊരു മരുന്നില്ലേ? കുറിച്ചി ഉണ്ട്. വളറേനിയ അല്ലേ? ഉണ്ട്. അപ്പൊ ഏതായാലും നമുക്കിന്ന് സമയമായിരിക്കുകയാണ്. ഇനിയിപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അസുഖം വന്നു എന്നറിഞ്ഞു. ഏകദേശം നമുക്ക് അതിന്റെ കോമൺ സിംറ്റംസ് ഒക്കെ കിട്ടി. ഇനി ഹോമിയോപ്പതിയെ സംബന്ധിച്ചിടത്തോളം അതിന് ഒരു ജീനസ് എപ്പിഡെമിക്കസ് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് ഇതിന് യൂപ്പിട്ടോറിയം ഇപ്പൊ ഇവിടെ നടക്കുന്ന പനികൾക്കൊക്കെ ഉണ്ടല്ലോ, പനികളിലെ ഏറ്റവും കൂടുതൽ പനിക്കുള്ള മെഡിസിൻ യൂപ്പിട്ടോറിയമാണ്. മിക്കവാറും കുട്ടികൾക്കൊക്കെ ഛർദിയുണ്ട്. ഇവിടെ വന്ന ഇന്ന് 4 കേസ് വന്നതില് 4 കുട്ടികൾക്കും ഛർദിയുണ്ട്. വൊമിറ്റിംഗ് ഉണ്ട്, ഹൈ ടെമ്പറേച്ചർ ഉണ്ട്, മാണ്ട് കിടക്കുവാ കുട്ടികള്. ഒരു 3-ാം പക്കോ 4-ാം പക്കോ കുട്ടിക്ക് പനി കുറയത്തുള്ളൂ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അവര് തന്നെ എത്ര ദിവസം കഴിഞ്ഞിട്ടാ പനി മാറ്റുന്നത്. നമുക്കൊരു 4-ാം പക്കോ 3-ാം പക്കോ നമുക്ക് കുട്ടിയെ എഴുന്നേപ്പിച്ച് വിടാം. പിന്നെ പ്രിവെന്റീവ് ബ്രെയിൻ സിംറ്റം ഉണ്ടല്ലോ, തലകറക്കവും ഒക്കെ പറയുമല്ലോ. നമ്മൾ ഒത്തിരി കാര്യത്തിലേക്ക് കടക്കണ്ട ഡോക്ടറെ. ഉണ്ട്, ശരിയാണ്. പക്ഷേ വോമിറ്റിംഗ് വിത്ത് ഫീവർ, പിന്നെ ബോഡി പെയിൻ, വോമിറ്റിംഗ് വിത്ത് ഫീവർ ആൻഡ് ബോഡി പെയിൻ, ശക്തമായ ശരീരവേദന, ഛർദി, ഹൈ ടെമ്പറേച്ചർ, ഇത്രയും ഉണ്ടെങ്കിൽ
മൂന്ന് ഈ സിംറ്റം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഹോമിയോപ്പതി ഈ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യാം, യൂപ്പട്ടോറിയ. അപ്പൊ നമുക്ക് നിങ്ങള് ഡോക്ടറെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ചണ്ഡീപുര ഇപ്പം പറഞ്ഞ ആ ഫീവറിന് നമുക്ക് ഈ മരുന്നും ഒരു മരുന്നാണല്ലോ അതിന്റെ ഒരു പ്രധാനമായിട്ട് കണക്കാക്കാവല്ലോ. കണക്കാക്കാം, അതിന് സംശയം എന്താ? ബെൽഡോണിൻ ഇപ്പൊ അങ്ങനെ ഒരു കേസ് ഈ ചാന്ദിപുര വൈറൽ ഫീവറിന് എന്റെ ഒക്കെ വരുവാണെങ്കിൽ ഞാൻ അതിന് ആദ്യം കൊടുക്കുന്ന മെഡിസിൻ ബെൽഡോണ 10 ആണ്. അതിനുശേഷം ഞാൻ വോമിറ്റിംഗ് വിത്ത് ഫീവർ ഉണ്ടെങ്കിൽ യൂപ്പട്ടോറിയൻ തീർച്ചയായിട്ടും കൊടുത്തിരിക്കും. യൂപ്പട്ടോറിയൻ തീർച്ചയായിട്ടും കൊടുത്തിരിക്കും, അതിന് യാതൊരു സംശയമില്ല. അല്ല, ഞാൻ യൂപ്പട്ടോറിയൻ 200 ആണ് കൊടുക്കുന്നത്. അതിലാണ് എനിക്ക് കൂടുതൽ ആക്ഷൻ കിട്ടുന്നത്. അതെല്ലാം കൊടുക്കുന്നത് വാട്ടർ ഡോസിലായിരിക്കും കൊടുക്കുന്നത്. ഡോസേജ് നമ്മള് ഒരു 1/2 ഗ്ലാസ് വെള്ളത്തില് 1 ഡ്രോപ്പ് അല്ലെങ്കിൽ 4 പീസ് യൂപ്പട്ടോറിയം ഇട്ട് മിക്സ് ചെയ്തിട്ട് ഓരോ സ്പൂൺ വെച്ച് നിങ്ങൾക്ക് 2 മണിക്കൂർ ഇടവിട്ട് കൊടുക്കാം. അവിടെ അതിന്റെ ആ പിന്നെ കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മള് മെഡിസിൻ എന്തുവാ ഇറഡ്യൂസിബിൾ മിനിമം ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇറഡ്യൂസിബിൾ മിനിമം വിത്ത് ഫ്രീക്വന്റ് ഇന്റർവെൽ, ദാറ്റ് ഈസ് ദ തിയറി. അതാണ് അതിന്റെ തിയറി. മിനിമം ഡോസ് നമ്മൾ കൊടുത്തോണ്ട് ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ കൊടുത്തോണ്ടേ ഇരിക്കുവാണ്. അതിനാണ് ഈ വാട്ടറിലാകുമ്പോൾ നമുക്ക് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് നല്ല ആക്ഷൻ കിട്ടും. വെള്ളത്തിൽ ഹോമിയോപ്പതി മരുന്ന് വെള്ളത്തിൽ കൊടുക്കുന്നത് പോലെ ആക്ഷൻ വേറൊന്നിലും കിട്ടത്തില്ല. ശരിയാ ഡോക്ടർ. അപ്പൊ നമുക്ക് സമയം 10:05 ആയിരിക്കുകയാണ്. ആയിക്കോട്ടെ, ഹോമിയോപ്പതിയെ പറ്റി ചർച്ച ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒരു ദിവസം മുഴുവൻ പറയും. നമുക്ക് തീരത്തില്ല, ഇനിയും പറയാനുണ്ട്. യൂക്കാലിപ്റ്റസ് നല്ലൊരു മരുന്നായിരിക്കും. ഫ്ലൂ ലൈക്ക് സിംറ്റവും ഡയറിയയും എല്ലാം കൂടെ വെച്ച് യൂക്കാലിപ്റ്റസും ചിലപ്പോൾ നല്ലൊരു ആന്റിവൈറലാണ്, ആന്റി ബാക്ടീരിയൽ ആണ് എന്നൊക്കെ നമുക്ക് പരിഗണിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും. നിങ്ങൾ യൂക്കാലിപ്റ്റസ് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇങ്ങനെ ആൾക്കാർ വരുവാണെങ്കിൽ യൂക്കാലിപ്റ്റസ് ഒഴിച്ചിട്ട് ഇത് ചെയ്യാൻ പറയണം, ആവി പിടിക്കാൻ പറയണം. യൂക്കാലിപ്റ്റസ് ടിഞ്ചർ പുട്ടുകുടത്തിനകത്ത് വെള്ളം തിളപ്പിച്ചിട്ട് യൂക്കാലി ടിഞ്ചർ ഒഴിക്കണം. ഒഴിച്ചിട്ട് ആവി പിടിച്ച് സൈനസൈറ്റിസ് ഉണ്ടാവത്തില്ല. അല്ല, ഈ ഫ്ലൂവിന് നല്ലതാ സാറേ, നല്ല അനുഭവം കിട്ടുന്നുണ്ട് എനിക്ക്. പെട്ടെന്ന് തന്നെ ഷോർട്ട് ആയിട്ട് ആ അസുഖം കുറയുന്നുമുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പം ഇന്നിപ്പം നമുക്ക് ഈ ചർച്ച സക്സസ് ആകാൻ പറ്റിയെന്ന് തന്നെ പറയാം. ഏകദേശം നമുക്ക് ഇങ്ങനൊരു കേസ് കിട്ടിയാൽ പെട്ടെന്ന് മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഹരിഹരൻ സാർ നമ്മളോട് പറഞ്ഞു. ബെല്ലും അതുപോലെ തന്നെ ആവശ്യം വന്ന കേസിൽ യൂപ്പറ്റോറിയ സർജിലുള്ള ജെൽസീമിയം ബ്രൈ ഇങ്ങനെയുള്ള മെഡിസിനുകളും ഇതിനോടൊപ്പം വളരെ മൈന്യൂട്ട് ഡോസിൽ റിപ്പീറ്റഡ് ആയിട്ട് കൊടുക്കുവാനുള്ള ഒരു നല്ലൊരു ധൈര്യം നമുക്ക് സാറ് പകർന്നു തന്നു. ഇനി അതുപോലെ തന്നെ ധനേഷ് ഡോക്ടർ ഇതിനെ ആമുഖമായി സംസാരിച്ചു. അനിൽകുമാർ ഡോക്ടറിന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു. ലതാ മനോഹരൻ ഡോക്ടർ, സോയ ഈപ്പൻ ഡോക്ടർ, അങ്ങനെ എല്ലാവരും ഈ ചർച്ചയിൽ പങ്കെടുത്തു. എന്തായാലും ഇനിയും നമുക്ക് തുടർന്നും ഇതിന്റെ സീരിയസ് ആയിട്ട് ഉണ്ടാവുകയാണെങ്കിൽ വീണ്ടും ഒരു ചർച്ച കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ സൂമിൽ പങ്കെടുത്ത ഡോക്ടറെ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യട്ടെ. നമ്മള് ഹോമിയോപ്പതിയിലെ പല ഇപ്പൊ ഉള്ള പല ചിന്തകളും പല രീതികളും മാറേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ ഹോമിയോപ്പതിക് സിസ്റ്റത്തിന് നിലനിൽപ്പില്ലാതെ വരും. അതെ, അത് തന്നെ സത്യം. നമ്മുടെ ചിന്ത പലതും മാറേണ്ടിയിരിക്കുന്നു, നിലനിൽപ്പില്ലാതെ വരുമെന്നാണ് എൻ്റെ ഒരു വിചാരം. രോഗികൾക്ക് ഭേദമായില്ലെങ്കിൽ രോഗികൾ ഒരിക്കലും നമ്മുടെ ഒക്കെ നിൽക്കത്തില്ല. നമ്മുടെ തത്വശാസ്ത്രം പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് ഇരിക്കത്തേ ഉള്ളൂ. ഈ പണ്ട് ആശാൻ പറഞ്ഞ കണക്ക് മാറ്റുവിൻ ചട്ടങ്ങളെ ഇന്നും അദ്ദേഹം വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ മാറ്റും. നിങ്ങളെ ഇതിൽ നിന്ന് നമ്മളെ മാറ്റിക്കളയും.
മാറ്റിക്കളയും. എന്നാൽ ഇതെല്ലാം അറിയണം, സിംഗിൾ റെമഡി അറിയണം, മൾട്ടിപ്പിൾ റെമഡി അറിയണം, എങ്ങനെ അക്യൂട്ട് റെമഡി പ്രിസ്ക്രൈബ് ചെയ്യുക, സിംഗിൾ റെമഡി തന്നെ എങ്ങനെയാണ്, ഹൈപ്പോട്ടൻസി എങ്ങനെയാണ്, ഈ എല്ലാം ഒരു ഹോമിയോ ഡോക്ടർ അറിയണം. അപ്പൊ ഏത് രീതിയിലാണ് അവന് ഈ വാളെടുത്ത് ഉപയോഗിക്കേണ്ടത്, കുറുകെ വെട്ടണോ, നേരെ വെട്ടണോ, മറിച്ച് വെട്ടണോ, ഇതെല്ലാം ഈ ഹോമിയോ ഡോക്ടർ അറിയണം. അറിഞ്ഞു കഴിഞ്ഞാൽ രോഗം ഭേദമാകും. അതിന് സംശയമൊന്നുമില്ല. അതിലും വളരെ നല്ല ധൈര്യമാണ് സാറ് തന്നത്. സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് സാറ്. സാറ് അറിയാവുന്ന കാര്യങ്ങൾ ഇതുപോലെ എല്ലാ ക്ലാസ്സിലും ഞങ്ങൾക്ക് തരണം, മാറിയിരിക്കരുത് എന്നും കൂടെ അപേക്ഷിക്കുന്നു. അതുപോലെ ഇന്നത്തെ ഈ സൂമിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കട്ടെ. എല്ലാവർക്കും അങ്ങനെ നമ്മുടെ 1418 പ്രതിദിന സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം.